ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. അസ്സാം വലൈക്കും. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? യെസ് മാം. യെസ്. ഓക്കെ. കുറേ നാൾക്ക് ശേഷമാണല്ലേ നമ്മളൊന്ന് മീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്നെ അറിയോ, അതോ ഞാൻ എന്നെ പരിചയപ്പെടുത്തണോ? കുറച്ചു പേർക്കൊക്കെ എന്നെ അറിയാം, എന്നാലും ആരൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ വെറുതെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ലൈല നസീം. ഞാൻ കണ്ണൂർ ജില്ലയിലാണ്. റെട്ടോറിയുടെ കോ ഫൗണ്ടർ. ഓക്കെ, അറിയാം. താങ്ക് യു അജ്ന മാം. ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് സ്പെഷ്യലി ഒരു സെഷൻ ആയിട്ടൊന്നും വന്നതല്ല. ഒരുപാട് പേരെ നമുക്കൊരു മെസ്സേജ് അയക്കുന്നു പേഴ്സണലി. എന്താണ് ഈ പബ്ലിക് സ്പീക്കിംഗ്, എന്തിനാണ് നമ്മൾ അത് പഠിക്കേണ്ടത്, എന്നെ പോലെ വീട്ടിലിരിക്കുന്നവർക്ക് അതിന്റെ ആവശ്യമുണ്ടോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ്. ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു Q&A സെഷനൊക്കെ നടത്തിയേക്കാം. എല്ലാവരുടെയും സംശയം മേ ബി കുറച്ചു പേരുണ്ടാവും സംശയം മനസ്സിൽ വെച്ചിട്ട് ചോദിക്കണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനത്തെവർക്കും കൂടി ഒരു ക്ലാരിറ്റി വരുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ ഒരു ചെറിയൊരു സെഷൻ. നമ്മൾ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാന്നുണ്ടെങ്കിൽ. അപ്പൊ ആർക്കെങ്കിലും വീഡിയോയിൽ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വരാട്ടോ. ഞാൻ ഇങ്ങനെ കുറെ പേരുകളോടും കുറെ പ്രൊഫൈൽ പിക്ചറിനോടും സംസാരിക്കുന്ന പോലെ ഉണ്ട്. വരാൻ ആഗ്രഹം ഉണ്ടോ ആർക്കെങ്കിലും? ക്യാമറയിൽ ഉണ്ടോ? ആരും ഇല്ലേ? വോയിസ് ഇല്ലായിരിക്കും. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വാലിക്കും അസ്സലാം. റമീസ് ആണ്. പറയൂ. നിങ്ങൾക്ക് എന്നെ അറിയാം. ആക്ച്വലി ഞാൻ ഡ്രൈവിംഗ് ആണ്. ഞാൻ കേൾക്കുന്നുണ്ട്. വീഡിയോ ഓൺ ആക്കിയാൽ ക്ലിയർ ഉണ്ടാവില്ല, കാണില്ല. അതാണ്. ഓക്കെ. അണ്ടർസ്റ്റാൻഡബിൾ. ഓക്കെ. അപ്പൊ പക്ഷെ നമുക്ക് നിങ്ങളെ ക്ലാസ് എന്തായാലും കേൾക്കണോ, ഡൗട്ടും ചോദിക്കാനുണ്ട്. താങ്ക് യു. അപ്പോ തുടങ്ങിക്കോളൂ. ഫസ്റ്റ് ഡൗട്ട് നമുക്ക് റമി സാറിന്റെ കൂടെ തന്നെ തുടങ്ങാം. യെസ്. ഓക്കെ. ഈ പബ്ലിക് സ്പീക്കിംഗ് എനിക്ക് പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. എന്നാലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പ്ലാറ്റ്ഫോം കിട്ടാറുണ്ട്, എന്താ പറയാ, സംസാരിക്കാന്. പക്ഷെ ആ ടൈം അതിന്റെ മുന്നേ, പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും. പക്ഷെ അറ്റ് ദ ടൈം എനിക്ക് അതൊന്നും പറയാൻ കിട്ടില്ല. അപ്പൊ ആ ടൈമിൽ എന്തെങ്കിലും കഴിച്ചു കൂട്ടി പെട്ടെന്ന് ഫിനിഷ് ചെയ്യാന്ന് മാത്രം ഒരു ഇതാണ്. അപ്പൊ ഒന്ന് കാമായിട്ട്, മീൻസ് ഇപ്പൊ ആ സിറ്റുവേഷൻ കാമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഒന്ന് ഒരുപാടുണ്ട് കേട്ടോ. വൺ ഓഫ് ദ മേജർ ഇഷ്യൂ എന്താണെന്നറിയോ? നമുക്ക് ഏറ്റവും വലിയ പേടിയുള്ള സംഭവമാണ് ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാല് ദർ ഇസ് എ റൈറ്റിംഗ് ലൈക്ക് ഒരാളോട് പറയാണ്, ഒന്നുകിൽ നീ സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കും, ഇത്രയാളുടെ മുന്നിൽ സംസാരിക്കും, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. എന്താ വേണ്ടേ നീ തീരുമാനിച്ചോ. ആള് പറയൂന്ന് പറയുന്നത് എന്നെ കൊന്നോളൂ, എന്നാലും ഞാൻ സ്റ്റേജിൽ കയറൂല. അത്രക്ക് പേടിയുള്ള ഒരു സംഭവമാണ്. ഡെത്തിനെക്കാളും പേടിയുള്ള ഒരു സംഭവമാണ് പബ്ലിക് സ്പീക്കിംഗ്. അതാണ്. പക്ഷെ അവിടെ കേറി മണ്ടത്തരം പറയോ അല്ലെങ്കിൽ അല്ല, ആ പേടി എവിടുന്നാ വന്നേ? ആ പേടി വരുന്നത് ഇവിടുന്നാണ്. അല്ലെ, നമ്മളിപ്പോ ഒരാളെ മുഖത്തോട് മുഖം നോക്കി ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ പേടി തോന്നുന്നില്ല. നേരിട്ട് സംസാരിക്കുമ്പോൾ ഹൗ ആർ യു, ഫൈൻ. പക്ഷെ അതേ ഹൗ ആർ യു ഇല്ലെങ്കിൽ ഇപ്പൊ റമി സാറിനോട് തന്നെ ഒന്ന് സ്റ്റേജിൽ കയറി നിന്നിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ പേര് റമീസ് എന്നല്ലേ എന്നുള്ളൊരു സംശയം അടക്കം അവിടെ വരും. അത്രക്ക് സംശയം വരും. വൈ? ദാറ്റ്സ് ബിക്കോസ് നമ്മൾ ഓവർ കോൺഷ്യസ് ആകുന്നോണ്ടാണ്. നമ്മൾ ചെറുപ്പത്തിലെ നമ്മളെ പാരന്റ്സ് നമ്മളെ ഓവർ കോൺഷ്യസ് ആക്കിയിട്ടുണ്ട്, അറിയോ? ചിടക്കത്തോടെ നിന്നോട്ടോ, ഇത് സൂപ്പർ മാർക്കറ്റ് ആണ്, ഓവറായി കളിക്കരുത്, ആൾക്കാർ കാണുന്നുണ്ട്, മിണ്ടാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ കേട്ടത്. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചതും അതാണ്. ആൾക്കാരുടെ മുന്നില് നമ്മൾ ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ട തെറ്റാണെങ്കിൽ ചിരിക്കൂലേ? പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് പറയാതിരിക്കും. എന്നിട്ട് നമ്മൾ പറയാൻ വിചാരിച്ച സംഭവം വേറൊരാൾ പറഞ്ഞിട്ട് അയാൾക്ക് കയ്യടി അച്ചടാ, അത് ഞാൻ വിചാരിച്ച സംഭവം ആയിരുന്നില്ലേ, ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആ കയ്യടി കിട്ടുമായിരുന്നല്ലോ എന്നുള്ള ചിന്ത പിന്നീട് വരാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അക്കോർഡിംഗ് ടു ലീഡർ റമീസ് എന്ത് ചെയ്യാൻ പറ്റും? ഞാനിപ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. പ്രാക്ടീസ് അല്ലാതെ വേറെ ഓപ്ഷന് ഇല്ല. ഓക്കെ, അങ്ങനെയാണ് വിചാരിക്കുന്നത്. പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് എല്ലാ സമയത്തും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാ സമയത്തും നമുക്ക് പ്രാക്ടീസ്, അതായത് നമ്മളൊരു സ്റ്റേജിൽ നമ്മളെ കയറ്റിയിട്ട് നമ്മളോട് സംസാരിക്കാൻ പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരട്ടെ എന്ന് പറയാൻ പറ്റൂല, അല്ലേ? ഇല്ല.
അപ്പൊ അതെ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴായാലും എപ്പോഴായാലും വീൽ ഹാവ് ദിസ് ചാൻസ്. നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യേണ്ട ഒരു ചാൻസ് ജീവിതത്തിൽ എവിടെങ്കിലുമൊക്കെ കിട്ടും. ഇനി ഒന്നുമില്ലെങ്കിലും മോളുടെ കല്യാണത്തിന്റെ ദിവസം കൈ നിക്കാഹിന് വേണ്ടിയിട്ടെങ്കിലും കൊണ്ടുപോകും. സി മൈ ഫാദർ, ഐ സ്റ്റിൽ റിമെമ്പർ, എൻ്റെ ഉപ്പ എല്ലാ ഭാഷയും ഒരുപാട് ഒരു 4-5 ഭാഷ സംസാരിക്കുന്ന ആളാ. പക്ഷെ എന്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോ യുനോ വാട്ട് അതേഴ്സ് ടോൾഡ് മീ, നിന്റെ ഉപ്പാക്ക് മലയാളം അറിയില്ല അല്ലേ, ആ നിന്റെ ഉപ്പാക്ക് മലയാളം പോലും അറിഞ്ഞിട്ടില്ല പള്ളിയിൽ വെച്ചിട്ട്. വൈ? ബിക്കോസ് ദാറ്റ് വാസ് പബ്ലിക് സ്പീക്കിംഗ്. കോൺഷ്യസ് ആയി അവിടെ. ഞാൻ പറയുന്നത് തെറ്റുവോ? ഞാൻ പറഞ്ഞ എന്ത് വിചാരിക്കും? ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? ഇങ്ങനെയാണോ പറയേണ്ടത്? എന്റെ കൈ വിറക്കുന്നുണ്ടോ? എന്റെ കാലിന്റെ സ്ഥിതി എന്താണ്? എന്റെ കണ്ണിന് മുന്നില് ഒന്നും കാണുന്നില്ലല്ലോ, കംപ്ലീറ്റ് ഇരുട്ടാണല്ലോ. അങ്ങനെ ഒരുപാട് ഫീലിങ്സ് ആണ് അവളെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാല് ദർ ഇസ് സംതിങ് കോൾഡ് ഇംപ്രോംപ്റ്റോ സ്പീക്കിംഗ്. ഇംപ്രോംപ്റ്റോ സ്പീക്കിംഗ് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇംപ്രോംപ്റ്റോ സ്പീക്കിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ ഇപ്പൊ സപ്പോസ് ഇത് ഒരു ഇയർപോഡാണ്. ഓക്കെ, ഇയർപോഡ്സ് കയ്യിലുണ്ട്. ജസ്റ്റ് ഒരു 2 മിനിറ്റെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുക. സ്വന്തത്തോടെ തന്നെ സംസാരിക്കുക. ലൈക്ക് ഇയർപോഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ചെവികളാണല്ലോ. അപ്പൊ 2 ചെവികൾ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്ത് 2 ബട്ടൺസ് ഉണ്ട്. അത് 2 ചെവിയിലും കൂടി വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഇത്ര ഡിസ്റ്റൻസിൽ സംസാരിക്കാൻ പറ്റും. ഈ ഒരു സംഭവം വളരെ റെവല്യൂഷനൈസ് ആയ സംഭവമാണ്. പണ്ട് എല്ലാവർക്കും വയറുള്ളത് കൊണ്ട് ഈ വയറൊക്കെ കുത്തി സംസാരിക്കുന്നതുകൊണ്ട് ഒരുപാട് ദൂരം പോയി നിന്ന് സംസാരിക്കാൻ പറ്റൂല. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ പറയാം. ഇനി അതിന്റെ മോശം വശങ്ങളും പറയാം. ലൈക്ക് അതിൽ റേഡിയേഷൻ ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ നമ്മളെ ലൈഫിൽ നമ്മളെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതിനെക്കുറിച്ച് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബോഡി റെഡി ആയിരിക്കും. എന്ത് പുതിയൊരു സാധനം പെട്ടെന്ന് ഇപ്പോ ലീഡർ രമേശോട് പറയാണ്, ഒന്ന് കേറിയിട്ട് നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചൊന്ന് പറയോ. പെട്ടെന്ന് പല ആശയങ്ങളും വരും അതില്. ഐ ക്യാൻ സേ ദിസ്, ഐ ക്യാൻ സേ ദാറ്റ്, അങ്ങനത്തെ ഒരു ചിന്ത അവിടെ വരും. അപ്പൊ ആ ഒരു ട്രെയിനിങ് നമ്മളെ ബ്രെയിനിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വേ ആണ് ഇംപ്രോംപ്റ്റോ സ്പീക്കിംഗ്. ഓക്കെ, ദാറ്റ്സ് വൺ തിങ്. വൺ പ്രാക്ടീസ്. നേരത്തെ പറഞ്ഞല്ലോ പ്രാക്ടീസ് വേണമെന്ന്. ഇങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ലൈഫില്. ഓക്കെ, അപ്പൊ നമ്മളെ ലൈഫിൽ മൊബൈൽ ഫോൺ ഉണ്ട് നമ്മളെ കണ്ണിന് മുന്നിൽ. ഇനിയിപ്പോ യു ആർ ഡ്രൈവിംഗ് എ കാർ, അപ്പൊ കാറിനെ കുറിച്ച് സംസാരിച്ച് പഠിക്കാം. ഓക്കെ, ഒരു കാറ്, പണ്ട് കാർ ഉണ്ടായിരുന്നില്ല, ബുള്ളക്കാട്ടായിരുന്നു, അന്നേരം എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നീട് എഞ്ചിൻ കണ്ടുപിടിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം ഓരോ വിഷയത്തെ കുറിച്ചിട്ട്. ഓക്കെ, ദാറ്റ്സ് വൺ പോയിന്റ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി പറഞ്ഞാൽ പിന്നെ നമ്മളെ കോഴ്സ് എന്ന് പറഞ്ഞ സംഭവം അവിടെ ഉണ്ടേ, അത് നോക്കണം. അങ്ങനെ സംഭവം ഉണ്ട്. അപ്പൊ കുറച്ച് വൺ ഓഫ് ദ ബേസിക് സംഭവമാണ് ഇത്. ഓക്കെ, ഒരു ഡൗട്ടും കൂടി. ഇതിപ്പോ നമ്മളെ കോൺഫിഡന്റ് ലാംഗ്വേജ് മദർ ലാംഗ്വേജ് ആണ്. ഓക്കെ, പക്ഷെ ചില സമയത്ത് നമുക്ക് അവിടെ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരും. ഇംഗ്ലീഷ് ചിലപ്പോ ഇംഗ്ലീഷിൽ എന്താ വെച്ചാൽ ഇത് തെറ്റോ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് വരും, ആ ഒരു പേടി കൂടെ വരും. അപ്പോ മലയാളം സംസാരിക്കാനും കഴിയില്ല. അത് ഭാഷയോടുള്ള ഒരു പേടിയാണ്. ഭാഷ പ്രാക്ടീസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ ശരിയാക്കണ്ട. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്വന്തം ഭാഷ തന്നെ മറന്നു പോകുന്ന പേടിയുണ്ട് പബ്ലിക് സ്പീക്കിങ്ങിലെ. ഞാൻ പറഞ്ഞില്ലേ, ഇതേ ലീഡറോട് സ്റ്റേജിൽ കയറി നിന്നിട്ട് ജസ്റ്റ് നിങ്ങളെ നാടിനെ കുറിച്ചൊന്ന് സംസാരിച്ചെന്ന് പറഞ്ഞാല്, എന്റെ നാട് എവിടെയായിരുന്നു, ഏത് ജില്ലയായിരുന്നു പഠിച്ചോനെ, ആ രീതിയിലേക്ക് നമ്മൾ മാറും ആ ഒരു സിറ്റുവേഷനിൽ. ആ മാറാതിരിക്കാനുള്ള സിറ്റുവേഷനാണ് ഇത്. കറന്റ്ലി നിങ്ങൾ പറയുന്നത് എന്താണ്? ഇംഗ്ലീഷിന്റെ. അത് വേറെ ഒരു ലാംഗ്വേജ് അറിയാത്തതിന്റെ ഒരു പേടിയാണ്. ആ ലാംഗ്വേജ് ലൈക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി നിങ്ങൾ പബ്ലിക് സ്പീക്കിംഗിൽ കറക്റ്റ് ആണെങ്കിൽ ഏത് ലാംഗ്വേജിലും യു ക്യാൻ സ്പീക്ക്. യു ക്യാൻ സ്പീക്ക്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് ശരിയാക്കാൻ വേണ്ടിയിട്ട്? ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പഠിക്കണം, ലാംഗ്വേജ് പഠിക്കണം. പഠിക്കലല്ല, ഫസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു ഇസ് ഹിയറിംഗ്. പഠിക്കാൻ പോയാലേ നമ്മളൊന്നും പഠിച്ചിട്ട് വേഗം ആവൂല. പക്ഷെ ഫസ്റ്റ് തിങ് ഞാനിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ 2 ടിപ്പാണ് തന്നത്. പബ്ലിക് സ്പീക്കിങ്ങിന്റെ പെട്ടെന്നുള്ള സംസാരിക്കാനുള്ള ഒരു കഴിവ് ഇംപ്രോംപ്റ്റോ സ്പീക്കിങ്ങിൽ കണ്ടുപിടിക്കാം. അതേപോലെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന്റെ ബേസിക് ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഹിയറിംഗ് ആണ്.
ഓക്കെ ഓക്കെ, കാരണം നമ്മൾ ജനിച്ച ഉടനെ നമ്മൾ നമ്മളെ സ്വന്തം ഭാഷ സംസാരിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ നല്ല വൃത്തിക്ക് മലയാളം പറയുന്നില്ലേ ഇന്ന്? അതെങ്ങനെയാണ് നമ്മളെ പാരന്റ്സ് ഒക്കെ സംസാരിക്കുന്ന കേട്ടിട്ട് അം- ആ, അപ്പം, വെള്ളം, ഇങ്ങനൊക്കെ കേട്ട് 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 കേട്ടിട്ടാ പഠിച്ചത്. അപ്പോൾ ഹൗ ഡു യു ലേൺ എ ന്യൂ ലാംഗ്വേജ്? കേട്ടിട്ടാ പഠിക്കണ്ടേ, കേൾക്കണം, ഓക്കെ ഒരുപാട് കേൾക്കുക. ദെൻ ഒരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് വരും. ആ അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാൽ പുസ്തകം വായിക്കാൻ തുടങ്ങാം, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ. ആ യെസ് ഇംഗ്ലീഷ് ഇത് പുസ്തകങ്ങൾ വായിക്കും. വായിക്കാൻ തുടങ്ങാം. ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ആദ്യം തന്നെ വായിക്കുമ്പോൾ ഗ്രീക്കും ലാറ്റിനായിട്ട് തോന്നും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വായിക്കാൻ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഓഡിയോ ബുക്സ് ഇല്ലേ, അത് വെക്കുക, ഓൺ ആക്കുക. ഓക്കെ എന്നിട്ട് ഈ ബുക്ക് നമ്മളെ കയ്യിൽ വെക്കുക, ഓഡിയോ ബുക്ക് ഓൺ ആക്കുക. എന്നിട്ട് ഓരോ വേർഡും അവർ പ്രൊണൗൺസ് ചെയ്യല്ലോ, അത് ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്തിട്ട് ഓക്കെ, ഓ ഇത് ഇങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ് 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 കേട്ട് കേട്ടാവുമ്പോൾ ദെൻ സ്ലോലി യു വിൽ സ്റ്റാർട്ട് ലൈക്കിംഗ് ദാറ്റ് ലാംഗ്വേജ്. ഇപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിനോടൊരു പേടിയാ. എന്നോട് ഇംഗ്ലീഷിൽ പറയോ, ഇംഗ്ലീഷ് എൻ്റെ ഒരു ഭീകര സംഭവമാണെന്നുള്ളൊരു സംഭവം. ആദ്യം അതിനെ സ്നേഹിക്കണം, റൈറ്റ്? ഓക്കെ അപ്പൊ ഇതാണ്. പോയിന്റ് മനസ്സിലായി. ഓക്കെ, അപ്പൊ നന്നായിട്ട് ലിസൺ ചെയ്യാൻ നോക്കാം കേട്ടോ. Yeah, sure. Thank you, ma'am. Thank you. Yes, Sajida ma'am, how are you? Thank you so much for coming on video. ഒരാളെങ്കിലും വന്നല്ലോ, സന്തോഷായി. മാം ഒരു ക്വസ്റ്റ്യൻ. ആരാണ്? റുഹാൽ പേര്. പറയൂ. ഞാൻ സ്പീക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ട് വേഗം കഴിഞ്ഞു പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് എനിക്ക് തോന്നാറ്. ഇത് വേഗം ഒന്ന് ഒഴിവാക്കി തീർക്കണം എന്നുള്ളതാണ്. അപ്പൊ പോയിന്റ്സ് ചുരുക്കുക ഇതെല്ലാം പിന്നെ എന്റെ വരുന്നത്. ഓക്കെ, ഞാൻ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ ആദ്യമായിട്ട് പബ്ലിക് സ്പീക്കിംഗ് ചെയ്തത് ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോഴാട്ടോ. കോളേജിൽ ടീച്ചർ പറയാണ് ലാസ്റ്റിലെ സെമിസ്റ്ററിൽ നിങ്ങൾ ഈ പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യണം. അന്ന് വന്നൊരു ഹാർട്ട് അറ്റാക്ക്, സത്യം പറഞ്ഞാൽ ഇന്നും പോയിട്ടില്ല, ആ വേദന ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു കേട്ടോ. വീട്ടിൽ നിന്ന് കണ്ടന്റ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഏകദേശം അരമണിക്കൂർ സംസാരിക്കേണ്ടതൊക്കെ ഞാൻ കറക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ പോയി നിന്നപ്പോ ആ കൂടെ വെപ്രാളും പേടിയും കാരണം എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് പറയും? യെസ് മാം, അതാണ് എന്റെ എന്ത് പറയും? അവിടെയാണ് ഞാൻ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്തതിന് ശേഷം, ആ സമയത്താണ് ഞാൻ പഠിക്കുന്നത്. ഹ്യൂമൻ ബീയിങ്സ് ആയാലേ നമുക്ക് പേടിയൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് സ്പീഡിൽ സംസാരിക്കാൻ നോക്കും, ഇല്ലെങ്കിൽ അത് തീർക്കാൻ നോക്കും. പിന്നെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാം, പടച്ചോൻ അരമണിക്കൂർ ഉണ്ടായിരുന്നല്ലോ, ഇതിപ്പം 10 മിനിറ്റ് അല്ലേ ആയുള്ളൂ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു വെപ്രാണ്. കാരണം പോയിന്റ്സ് ഒക്കെ കയ്യിൽ നിന്ന് പോയി. പറയേണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സമയം ചുരുങ്ങിപ്പോയി. അവിടെ യു ക്യാൻ യൂസ് ദ ടെക്നിക്. എന്താണ്? സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറി ടെല്ലിംഗ്. അതായത് ഇപ്പോ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ് റുഹാലത്ത് മാം സംസാരിക്കുന്നത്. സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് സംസാരിച്ച് 15 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു. പക്ഷെ അരമണിക്കൂർ സമയം തന്നിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വിചാരിക്കുന്ന, പർച്ചോനെ എല്ലാ പോയിന്റ്സും കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും, ഇനി എനിക്കൊന്നും പറയാനില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാം? അടുത്തത് പറയാം. എന്റെ ജീവിതത്തിൽ പോട്ടെ, നമ്മളെ ജീവിതത്തിൽ തന്നെ ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന സംഭവം എത്രത്തോളം ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെയുള്ള സ്റ്റോറീസ് ഇല്ലേ, കേൾക്കുന്നുണ്ടോ? സ്റ്റക്കായി പോയോ? ഓക്കെ. അപ്പോ ആ സ്റ്റോറീസ് പറയാം. ഇപ്പൊ നമ്മളെ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ലേ, നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടില്ലേ, നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സ്കാം നടക്കുന്നുണ്ട്, ഇതിന്റെ 2 ആഴ്ച മുന്നേ അല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അറിയോ നിങ്ങൾ ഇതൊന്നല്ല പ്രിപ്പയർ ചെയ്തതെന്ന്? ഇല്ല, നമുക്കൊന്നും അറിയില്ല. നിങ്ങൾ എന്തിനെ കുറിച്ചാ സംസാരിക്കുന്നത്? സൈബർ സെക്യൂരിറ്റിനെ കുറിച്ചാ സംസാരിക്കുന്നത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത 15 മിനിറ്റെക്കാളും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹുക്ക് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഈ സ്റ്റോറി ടെല്ലിങ്ങിനായിരിക്കും. അന്നേരമായിരിക്കും ആൾക്കാർക്ക് മനസ്സിലായി സൈബർ സെക്യൂരിറ്റി ഭയങ്കരമായിട്ട് വേണ്ട സംഭവം കേട്ടോ. റുഹാലത്ത് മാം പറയുന്നത് കേട്ടില്ലേ, 2 ആഴ്ച മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അയ്യോ, നന്നായിട്ട് പഠിക്കണം കേട്ടോ ഇതിനെ കുറിച്ചിട്ട്, നമ്മൾ അവെയർ ആയിരിക്കണം. ദാറ്റ്സ് ഹൗ യു കംപ്ലീറ്റ് ദ സെഷൻ. അങ്ങനെയാണ് നമുക്കിത്. അതും ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊണ്ടുപോകാൻ. ഞാൻ ആസ് എ പ്രൊഫഷൻ ഞാൻ അഡ്വക്കേറ്റ് ആണ്.
നൈസ്. പിന്നെ ഇപ്പം ഞാനിപ്പം കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാം. ലീഗൽ അഡ്വൈസർ ആയിട്ട്. ഇവിടെ യെസ്, ഓക്കെ ഇവിടെ ഓക്കെ സൗദിയിലുള്ളത്. ഓക്കെ. അപ്പൊ സോ അഡ്വക്കേറ്റ്സ് ആണെങ്കിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാവില്ലേ പറയാന്? പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, അതെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, എന്റെ ഒരു ക്ലയന്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ അതെ പറയാം. അതെ കണക്ട് ചെയ്യാറുണ്ട്. അതും ഞാൻ നേരത്തെ പ്രാക്ടീസ് ചെയ്ത് വെച്ചതാണ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്നൊന്നും അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല മാം. അപ്പോ ഞാനിപ്പോ ചോദിക്കട്ടെ, റുഹാലത്ത് മാം എങ്ങനെയാണ് അഡ്വക്കേറ്റ് ആയത്? അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ ആയത്? ഞാൻ എൻ്റെ ഉപ്പ പറഞ്ഞ് മനസ്സിൽ തന്നതാന്നത് സത്യത്തില്. ഉപ്പ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വർത്താനം പറയുമ്പോ പറയും, ഇവളെ അതിനയക്കണം എന്ന് പറഞ്ഞ് മൈൻഡിലേക്ക് തന്നൊരു സംഭവം അത്. നൈസ്, മാഷാഅല്ലാ, ഉപ്പ ഇസ് ഗ്രേറ്റ്. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് കോളേജിൽ പോയപ്പോ എന്താ തോന്നിയത്? എന്നെ കൊണ്ട് പറ്റൂന്നാണോ, എന്നെ കൊണ്ട് പറ്റൂല എന്നാണോ? LLB LLBക്ക് മോട്ടിവേഷൻ ഭയങ്കര ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ്. എന്താന്ന് വെച്ചാ അതങ്ങനെയാ, ഈ പ്രൊഫഷൻ കുറച്ച് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയും അവര് ഫസ്റ്റ് തന്നെ. നിങ്ങൾക്കൊരു പിന്നെ നിങ്ങളെ മുമ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പറ്റുള്ളൂ എന്നാണ് നമ്മളെടുത്ത് പറയാ. നിങ്ങളെ ഉപ്പയോ അങ്ങനെ ആരും ഇല്ലാത്തൊരു ഫാമിലിന്നാണ് ഞാൻ വരുന്നത്. ഓക്കെ, നൈസ്. അങ്ങനത്തെ ആൾക്കാർ ബുദ്ധിമുട്ടൊന്ന് അവര് ഫസ്റ്റിലേ പറയും. ഓക്കെ, എന്നിട്ട് എങ്ങനെയാ ഗ്രോ ചെയ്തേ? ഓക്കെ, കുടുംബത്തിൽ ആരുമില്ല, പിന്നെ എങ്ങനെയാ ഗ്രോ ചെയ്തേ? എന്തായാലും ഞങ്ങൾക്ക് ഇതിൽ പതിനേ പറ്റൂ, എനിക്കത് തെളിയിച്ചേ പറ്റൂന്നായിരുന്നു ആ സമയത്ത് എനിക്ക്. ഓക്കെ, ഗുഡ് ഗുഡ്. അപ്പോ ഇപ്പോ നമ്മുടെ റുഹാലത്ത് മാം സംസാരിച്ചതിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നിട്ടുണ്ടാവും. പക്ഷെ ഒരു കാര്യം മാത്രം ഓർമ്മിക്കും, എന്താണ്? ഉപ്പ മനസ്സിൽ കയറ്റി തന്ന. അപ്പൊ നമ്മളിങ്ങനെ നമ്മളുടെ ഉപ്പാനെയും ആ സ്റ്റോറി ഒക്കെ ഇങ്ങനെ കണക്ട് ചെയ്യും. വൈ? ബിക്കോസ് എന്റെ ലൈഫിൽ ഞാൻ ആക്ച്വലി എഞ്ചിനീയർ ആണ്. ഞാൻ എഞ്ചിനീയർ ആയത് ബിക്കോസ് മൈ പാരന്റ്സ് വാണ്ടഡ് മീ ടു ബിക്കം എൻ എഞ്ചിനീയർ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ ഓക്കെ, എന്റെ പാരന്റ്സിന് അത് വേണമല്ലോ എന്ന് പറഞ്ഞ് എഞ്ചിനീയറിംഗിന്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ എനിക്ക് സമാധാനമായി. എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ടല്ല, ഈ സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. That's all. പക്ഷെ അമേസിംഗ് റുഹാലത്ത് മാം, യു ആർ സ്റ്റിൽ ഡൂയിങ് ഇറ്റ്. ദാറ്റ് മീൻസ് യു ആർ ഹാവിങ് ഇറ്റ്. ഉള്ളിന്റെ ഉള്ളിൽ അതുണ്ട്. ഇറ്റ്സ് ദെയർ ഇൻസൈഡ് യു. അപ്പൊ റുഹാലത്ത് മാമിന്റെ ഈ ഒരു സംശയം തീർന്നോ? അതായത് എങ്ങനെയാണ് ടൈം? ഓക്കെ ഞാൻ കണക്ട് ചെയ്യാം. ഒന്ന് നമ്മള് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് 1 മണിക്കൂർ സംസാരിക്കണമെങ്കിൽ ഏകദേശം 3 മണിക്കൂറിന്റെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ നേരെ തിരിച്ചാ ചെയ്യാറ്. ഒരുപാട് കണ്ടന്റ് പ്രിപ്പയർ ചെയ്യണം. കാരണം ഒരുപാട് സ്റ്റോറീസും ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അവിടെ പോയി സംസാരിക്കുമ്പോൾ എന്നിട്ടും ഇത് ചുരുങ്ങി പോകുമ്പോൾ ഇത്ര സ്റ്റോറീസ് ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ എടുത്തിടാം. അതൊക്കെ എടുത്തിടുമ്പോൾ എവരിബഡി കണക്ട്സ് വിത്ത് യു, വിൽ ലിസൺ ടു യു. സ്റ്റോറി ടെല്ലിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി ആസ് എ ലോയർ. നമ്മൾക്കും കേൾക്കുന്നേരം ഭയങ്കര ഇഷ്ടമാണ് സ്റ്റോറി ആയിട്ട് കണക്ട് ചെയ്യുന്ന പിന്നെ പബ്ലിക് സ്പീക്കേഴ്സിന്. യെസ്, സ്റ്റോറി ടെല്ലിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് കഴിവാണ്. അത് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. അത് മാമിനോട് പിന്നെ പറയേണ്ട ആവശ്യമില്ല. മാമിന് എന്തായാലും ക്ലയൻസിന്റെ സ്റ്റോറീസും ഒക്കെ പറയാലോ. താങ്ക് യു. അടുത്തതാരാണ്? സാജിത മാം പോയോ? കാര്യമായിട്ട് വന്നതായിരുന്നു അല്ലേ വീഡിയോയില്? ഒന്ന് കണ്ടതേ ഉള്ളൂ. യെസ്, പറയൂ. പിന്നെ ഇല്ല, എനിക്ക് സ്പീക്കർ ആവണമെന്നുണ്ട്. പക്ഷെ ആ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം പോലെ ഒരു ലൈവ് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. ലൈവ് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. ഇത് പഠിച്ചിട്ടുണ്ടോ? സ്പീക്കിംഗ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഞാൻ പബ്ലിക് സ്പീക്കിംഗ് സഫ മാമിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. ചാലഞ്ചിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് വൈ ഇതൊരു സ്കില്ലാണ്. സ്കില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കില്ലും ടാലന്റും നമ്മൾ വ്യത്യാസം അറിയോ? ടാലന്റ് ഓൾറെഡി നമ്മൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ തന്നെ നമ്മളെ കുടുംബത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്ന ടാലന്റ്. ഞാൻ ഭയങ്കര ടാലന്റഡ് സിംഗറാണ്, ടാലന്റഡ് ഡാൻസറാണ്. കാരണം എന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട് കുറെ ഡാൻസറും കുറെ സിംഗറും. അപ്പൊ എനിക്ക് ഓൾറെഡി ഉള്ള സംഭവം. സ്കില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്വയർ ചെയ്യുന്നതാണ്. നമ്മളിങ്ങനെ പഠിക്കുകയാണ്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ് സ്കില്ല്. അപ്പൊ ഈ പബ്ലിക് സ്പീക്കിംഗ് ഈസ് നോട്ട് എ ടാലന്റ്, ഇറ്റ്സ് എ സ്കിൽ.
അത് നമ്മൾ ഡെവലപ്പ്. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ എനിക്ക് സ്കില്ല് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ അന്ന് എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം എന്റെ ഹാർട്ട് എന്റെ കയ്യിലേക്ക് ഇങ്ങനെ വരിക, ലൈല സ്പീക്ക് ഓൺ ലേത്ത് എന്ന് പറഞ്ഞാല് ഞാൻ വിചാരിക്കും ഇതിനേക്കാളും നല്ലത് ഞാൻ 10 ദിവസം ലീവ് എടുക്കായിരുന്നു, വരണ്ടായിരുന്നു. ഇപ്പൊ എന്റെ മോൾ അങ്ങനെ പറയുന്നുണ്ട്, ഉമ്മ നാളെ ടീച്ചർ പബ്ലിക് സ്പീക്കിങ്ങിന് പോകാൻ പറഞ്ഞു, ഞാൻ നാളെ ലീവാണ്. ഐ ക്യാൻ റിലേറ്റ് ടു ഹർ. വൈ? ബിക്കോസ് ഞാനും അങ്ങനെ ചിന്തിച്ചത്. ഇറ്റ്സ് എ സ്കിൽ. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡി റെസിസ്റ്റ് ചെയ്യും. കാരണം അത് പുതിയൊരു സംഭവമല്ലേ. നീ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? നമ്മളെ ഈ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മളെ ബ്രെയിൻ നമ്മൾ കഷ്ടപ്പെടുന്നത് ഇഷ്ടമല്ല. നീ സന്തോഷമായിട്ടിരിക്കും, നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു ചിന്ത കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കൂല. അപ്പൊ നമ്മൾ ഈ സ്കില്ല് വീണ്ടും 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 ഡെയിലി പോളിഷ് ചെയ്തില്ലെങ്കിൽ അത് താഴോട്ട് പോകും. യു സെഡ് യു ഡിഡ് ദ കോഴ്സ്. വൈൽ ഡൂയിങ് ദ കോഴ്സ് കുറച്ചൊരു മോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ, എന്നെ കൊണ്ട് കുറച്ചൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു? യു ആർ നോട്ട് ഡൂയിങ്. വെൻ യു ആർ നോട്ട് ഡൂയിങ്, അഗെയിൻ യു ഗോ ഡൗൺ. യു ഷുഡ് ബി കീപ്പിംഗ് ഓൺ ഡൂയിങ് ഇറ്റ്. കാരണം ഇതൊരു സ്കില്ലാണ്, അത് ഡെവലപ്പ് ചെയ്യണം. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും യു ഹാവ് ടു കീപ് പ്രാക്ടീസിങ് ഇറ്റ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് സംഭവിക്കുക. I would say even today, if I take a long gap, then I forget so many things. Like, അയ്യോ ഇതിപ്പോ ഞാൻ എവിടെയാ നിൽക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരും. പക്ഷെ when you keep on developing it, you become more confident. അത് ചെയ്യാത്തോണ്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ്, വേറെ ഒന്നുമില്ല. So when will you do it? I will do. When? എപ്പോഴാ? ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് പറയാം, ഇത് ഞാൻ എന്നോടും കൂടി ചോദിക്കുന്നത്. കാരണം 3-4 പണികളുണ്ട് ഞാൻ എന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ട്, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഡെയിലി എന്നോട് ചോദിക്കുന്നത്, വെൻ വിൽ യു ഡു ഇറ്റ്? കം ഓൺ ടെൽ മീ, വെൻ വിൽ യു? അപ്പൊ ഞാൻ തിരിച്ച് സാരിത മാമിനോട് ചോദിക്കുകയാണ്, വെൻ വിൽ യു ഡു ഇറ്റ്? ഫ്രൈഡേ മാക്സിമം. ഫ്രൈഡേ. വെബിനാർ ആണോ? എന്താണ് ടോപ്പിക്ക്? ഞാൻ സ്റ്റെപ്സ് ടു ബി ഹാപ്പി 2 years മുമ്പ് എടുത്തതാണ്. ഓക്കെ. അപ്പൊ ഒരിക്കൽ എടുക്കാന്ന് വിചാരിക്കുന്നു. സോ ഐ ഡിഡ് ഇറ്റ് ബിഫോർ. അപ്പൊ ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ അതന്നെ ചെയ്യും. ദാറ്റ്സ് ഗുഡ്. സ്റ്റാർട്ടിങ്ങിന് അത് നല്ലതാ. ഓൾറെഡി ചെയ്ത സംഭവം ഒന്നും കൂടി പറയുമ്പോൾ ഒന്നും കൂടി ലൈക്ക് പ്രിപ്പയർഡ് ആണ്. ഒന്നും കൂടി ഒരു റീഅറേഞ്ച്മെന്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ യു വിൽ ബി അമേസിങ്. അപ്പൊ എന്നെയും വിളിക്കൂലേ സെഷനിലേക്ക്? വിളിക്കാം. കട്ട വെയിറ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? രമ മാം, കൊറേ നാളായല്ലോ കണ്ടിട്ട്. സുഖാണോ? രമ മാം അവിടെ ഇല്ലേ? എത്ര നാളായി കണ്ടിട്ടല്ലേ? ചക്കായോ? എനിക്ക് മാത്രമാണോ ഒന്നും കേൾക്കാത്ത? ഐഡിയസ് അല്ല, അല്ല. എല്ലാവർക്കും അതന്നെ അപ്പൊ റമ മാം സ്റ്റക്കായി പോയി. റമ മാം വീഡിയോ ഓഫ് ആയിക്കോളൂ. വീഡിയോ ഓൺ ആക്കിയത് കൊണ്ടായിരിക്കും. നമ്മളെ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ ആളാണത്. ഏറ്റവും കുഞ്ഞു വാവാന്നാ വിളിക്കുക റമ മാമിനെ. കുഞ്ഞു വാവ. റമ മാം, നമ്മളെ ഗ്രൂപ്പിലെ കുഞ്ഞു വാവ എവിടെ? എന്തൊക്കെയാണ് നോക്കിയേ, നമ്മളെ രമ മാമിന്റെ ബാക്കിൽ നോക്കിയേ, എത്ര പുസ്തകങ്ങളാണ്. വാവ്, അമേസിങ്. സുഖാണോ? ഓ, വീണ്ടും കൂട്ടിയല്ല സാധനങ്ങള്. അടിപൊളി. ഓ, വാവ്. ഇൻസ്പിറേഷൻ അല്ലേ എല്ലാവർക്കും? എല്ലാരും ഒന്ന് പറഞ്ഞേ, അടിപൊളി എന്ന് പറഞ്ഞേ, വാവ് എന്ന് പറഞ്ഞേ. മാമിന്റെ മാഷാല്ലാ. മാമ നമ്മളെ ഗ്രൂപ്പില് നമുക്ക് ഓരോ പുസ്തകങ്ങളൊന്ന് വായിച്ചതൊക്കെ ഒന്ന് ഇട്. ഈ പുസ്തകത്തിൽ അതുണ്ട്, ഇത് വായിച്ചാൽ ഇത് കിട്ടും, അങ്ങനെയൊക്കെ ഇട്. എങ്ങനെയുണ്ട്? സുഖാണോ? അതുകൊണ്ടാണ് എല്ലാം ഈ ഇതിന്റെ 6 മണിക്കൂർ 8 മണിക്കൂർ പ്രാക്ടീസ്, പിന്നെ ഒരു 2 മണിക്കൂർ എന്റെ മെഡിറ്റേഷൻ,
ആ അപ്പൊ അങ്ങനെ തന്നെ 8 മണിക്കൂർ അവിടെ തന്നെ കഴിഞ്ഞു. അതാണ് 8 മണിക്കൂറാവും പ്രാക്ടീസ്. 6 മണിക്കൂർ എന്റെ പിന്നെ പേഷ്യന്റ് തീരുമ്പോ 2 മണിക്കൂറും കൂടി ആവും. അപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെയൊക്കെ ഒന്ന് നോക്കണ്ടേ, വയസ്സായില്ലേ, ശരിയാണോ കൊടുത്തത് എന്നൊക്കെ ഒന്ന് നോക്കണ്ടേ. നാളെ അവര് വരുമ്പോ അവരുടെ മുമ്പിൽ നമ്മൾ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് അത് എന്താ ഇനി ചെയ്യണ്ടേന്ന് ഓരോന്നിനും ഞാൻ ഫോളോ അപ്പ് എഴുതി വെക്കും. ഇനി അത് സപ്പോസ് ആക്ട് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം, ആക്ട് ചെയ്താൽ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. വയസ്സായില്ലേ മോളെ, 77 വയസ്സായി. മാഷാല്ലാ, ഇനിയും കുറേ നാള് ജീവിക്കട്ടെ, കുറേ പേരെ ചികിത്സിക്കാൻ പറ്റട്ടെ. ഈ കുഞ്ഞാവയ്ക്ക് 77 വയസ്സായി. കൺഗ്രാറ്റ്സ്, അത് വലിയൊരു സംഭവമാണ്. 100 വയസ്സ് വരെ ജീവിക്കട്ടെ സുഖായിട്ട്. ആരും ഉപദ്രവിക്കാതെ ഇങ്ങനെ ജീവിക്കണമെന്നേ ഉള്ളൂ മോളെ. മാമിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ചിട്ട്? ഒന്നുമില്ല മക്കളെ. അടിപൊളി. ഇത്രയും പുസ്തകങ്ങൾ വായിച്ചതിൽ നിന്ന് പബ്ലിക് സ്പീക്കിംഗ് എന്താണെന്നാണ് റമ മാം വിചാരിക്കുന്നത്? മോളെ ഞാൻ 8ാം ക്ലാസ് മുതല് എക്സ്റ്റംബർ സ്പീച്ചിനും എലക്യൂഷനും അതിൽ എസ്സേ റൈറ്റിങ്ങിനും ഫസ്റ്റാ. അടിപൊളി. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന്. അപ്പൊ വേറെ ആരെങ്കിലും വരുമ്പോ അവര് പറയും ഞങ്ങൾക്ക് കിട്ടൂല, രമേശ് മേനോനെ കിട്ടുള്ളൂ എന്ന് പറയും. അപ്പൊ എല്ലാവർക്കും അറിയാലോ, വി ഹാവ് എ ഗ്രേറ്റ് സ്പീക്കർ ഹിയർ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ദൈവമേ, ഒന്നാമത്തെ കാര്യം ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാ, ഒരു സബ്ജക്ട് ഞാൻ പറയുമ്പോ ഞാൻ ആദ്യം വിചാരിക്കുന്നത് ഈ കേൾവിക്കാർക്ക് ഒന്നും അറിയില്ല, എനിക്കെല്ലാം അറിയാം, അത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക് എന്നുള്ള ഒരു വിചാരം ഞാൻ എന്നിൽ തന്നെ അങ്ങോട്ട് നിക്ഷേപിക്കും. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് വരും. ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കും. എല്ലാം ഈച്ച് ആൻഡ് എവരി. പിന്നെ അറിയാത്തത് ഞാൻ അവരോട് പറയും, എനിക്കറിയില്ല, ഞാൻ റെഫർ ചെയ്തിട്ട് പറയാം, പേഴ്സണലായിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് കഴിച്ചാൽ എന്നെ അറിയിക്കണം എന്ന് പറയും. ഗുഡ് ഗുഡ് ഗുഡ്. നല്ല ഐഡിയ, നല്ലൊരു ടിപ്പാണത്. നൈസ്. ഓക്കെ സുന്ദരി കുട്ടിയാണ് കേട്ടാ, സുന്ദരി കുട്ടിയാണ്. എനിക്ക് വലിയ ഇഷ്ടം മോളെ കാണാൻ. ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ഫ്രണ്ടിന് കയറാൻ പറ്റിയില്ല. കുഴപ്പമില്ല, വീണ്ടും വരാലോ നമുക്ക്. നമ്മൾ കുറെ നാളായി ഇങ്ങനെ ഒന്ന് സെഷൻസ് ഇല്ലാതായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും ഒന്ന് കണക്ട് ചെയ്തേക്കാം. ഇനിയും കാണാലോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പബ്ലിക് സ്പീക്കിംഗ്? ഞാൻ അങ്ങോട്ട് ചോദിക്കാം, എന്തിനാണ് ശരിക്കും നമ്മൾക്ക് പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഒരു ആവശ്യം? ഇങ്ങനെ ഒരു കോഴ്സൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ? എന്തിനായിരിക്കും നമുക്കൊരു ആവശ്യം? ആർക്ക് പറയാൻ പറ്റും? ഏതായാലും ആരും ഇങ്ങോട്ട് ചോദിക്കാതിരിക്കും, ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ഇടാം. ഫർസാന മാം, ഹൗ ആർ യു? പറയൂല? ശൈലജ മാം, യെസ്, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പറയൂ. പബ്ലിക് സ്പീച്ച് ചെയ്യാൻ വേണ്ടി ചില ആൾക്കാർക്ക് സ്റ്റേജ് ഫിയർ, നെർവസ്, അപ്പോ അറിയുന്ന വിഷയങ്ങൾ തന്നെ പബ്ലിക്കിൽ പറയാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ വരുന്നത്. അപ്പൊ അതിനുള്ള ഒരു എനർജി കിട്ടാൻ വേണ്ടിട്ട് അതിന്റെ ക്ലാസ് വേണ്ടത്. ഓക്കെ. അപ്പോ അതിന്റെ ഒരു അർത്ഥം എന്ന് വെച്ചാല് സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കുന്ന ഒരാൾക്ക് മാത്രമാണോ പബ്ലിക് സ്പീക്കിംഗ് വേണ്ടത്? അല്ല, സ്റ്റേജിൽ നിന്നല്ല, 4 പേര് സമൂഹത്തില്. ഓക്കെ. അപ്പോ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോവുക, നമ്മളെ വണ്ടി ഒരാള് വന്ന് കുത്തി ഒരു വല്ലാത്ത സ്ഥിതിയിലാക്കി. അയാളാണെങ്കിൽ നിർത്താതെ പോയി. അപ്പോ നമ്മള് ഓടിപ്പോയി അയാളെ നിർത്തിച്ചു. അപ്പോ അയാള് പുറത്തിറങ്ങി. അപ്പൊ നമ്മൾ അയാളോട് സംസാരിക്കുന്നുണ്ടല്ലേ, നിങ്ങൾ എന്ത് ഡ്രൈവിംഗ് ആണ് ചെയ്തത് എന്നൊക്കെ. അത് പബ്ലിക് സ്പീക്കിംഗ് ആണോ? പബ്ലിക്, അതെ, സോഷ്യലായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള എബിലിറ്റിയും വേണത്. അത് പബ്ലിക് സ്പീക്കിംഗ് അല്ലേ? ആണ്. കാരണം എന്താ, അവിടെ ഒരു കൂട്ടം പബ്ലിക് അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഒന്നും നോക്കുന്നില്ല അല്ലെ, നമ്മൾ ഈ വണ്ടിയുടെ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും. അന്നായിരിക്കും നമുക്ക് മനസ്സിലാവും ഇത്രക്കൊക്കെ പബ്ലിക് സ്പീക്കിംഗ് എനിക്കറിയാം അല്ലേ. നമ്മൾ ലൈഫിൽ തന്നെ അറിയാതെ ചെയ്യുന്ന ഒരു പബ്ലിക് സ്പീക്കിംഗ് അതാണ്
ഐ സ്റ്റിൽ റിമെമ്പർ എൻ്റെ ബ്രദറിന്റെ വണ്ടി ഒരു ബസ് വന്നിട്ട് ഫ്രണ്ട് സൈഡ് കൊണ്ടുപോയി. യുനോനോ ഇങ്ങനെ പോകുമ്പോ ഇപ്പുറത്തെ സൈഡിലൂടെ നമ്മളെ ബസ് അല്ലേ, ഒന്നും നോക്കില്ലല്ലോ, കൊണ്ടുപോയി. ആ ഫ്രണ്ടിലെ കംപ്ലീറ്റ് പോയി. എന്നിട്ട് ആ ബസ് അതിന്റെ പാട്ടേക്ക് പോയി. ഇവൻ എന്ത് ചെയ്തു? ഇവൻ പുറത്തിറങ്ങിയിട്ട് ഇവന്റെ ആ പാട്ട സാധനങ്ങളൊക്കെ വീണില്ലേ, ഇതൊക്കെ എടുത്തിട്ട് ഡിക്കിയിൽ ഇട്ടിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പൊ നമ്മൾ ചോദിച്ചു, നീ എന്താ ചെയ്തേ? നീ എന്നിട്ട് ബസ്സുകാരനോട് സംസാരിച്ചേ ഇല്ല. എന്താ കാര്യം? അവിടെ കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ കുറേ പേര് നിൽക്കുന്നത് കൊണ്ട് എന്റെ വണ്ടി കുത്തിയിട്ട് പോയ ആ വണ്ടിക്കാരനോട് സംസാരിക്കാനുള്ള കഴിവ് എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ സംസാരിച്ചില്ല. ഐ അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വന്നു. ഈവൻ ദെയർ യു നീഡ് പബ്ലിക് സ്പീക്കിംഗ്. ആ കോൺഫിഡൻസ് വരണം. അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല, എന്റെ കാര്യം ഞാനാ സംസാരിക്കേണ്ടതെന്നുള്ള ഒരു കോൺഫിഡൻസ് വരണമെങ്കിലും നമുക്ക് ഈ പബ്ലിക് സ്പീക്കിംഗ് ആവശ്യമുണ്ട്. ബട്ട് വെൻ യു സേ പബ്ലിക് സ്പീക്കിംഗ്, എവറിബഡി തിങ്സ് സ്റ്റേജിന്റെ പുറത്ത് ഒരു മൈക്ക് കൈപിടിച്ചാൽ മാത്രമാണ് ഈ പബ്ലിക്കിന്റെ സ്പീക്കിംഗ് ആവുന്നത്. നോ, ഒരുപാട് സ്ഥലത്ത് ഐ സ്റ്റിൽ റിമെമ്പർ നമ്മുടെ ഓഫീസിലൊക്കെ എത്രയോ പേരുണ്ട്, ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും അവർക്ക്. മീൻസ് താഴക്കടിയിലെ ആൾക്കാരായിരിക്കും, അവർക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. പക്ഷെ ഒരു മീറ്റിംഗ് ഒക്കെ കൂടി നമ്മളെ MD ഒക്കെ വന്നിട്ട് ഒരു മീറ്റിംഗ് വെക്കുക, യെസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാല് അവിടെ പേടിയാ. ഇത്രയും ആൾക്കാരെ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെ ഇത് പറയും? പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഇറ്റ്സ് റിയലി ഗുഡ്, ഇത് കമ്പനീനെ വളർത്തും എന്നൊക്കെ അറിയാം. ബട്ട് സ്റ്റിൽ അവരിങ്ങനെ പേടിച്ച് പേടിച്ച് പറയൂല. എന്നിട്ട് ആരോട് പോയിട്ട് പറയുമെന്നറിയോ? തൊട്ടടുത്ത ബോസ് ഇല്ലേ, നമ്മളെ നേരെ തൊട്ട ബോസ്, ആ ബോസ് പിന്നില്ലേ ഈ പ്രോജക്റ്റിൽ ഇങ്ങനെ ചെയ്താൽ അടിപൊളി ആയിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷെ നേരത്തെ മീറ്റിങ്ങിൽ പറയാൻ എനിക്ക് എന്തോ ഒരു പേടി. 10-20 ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നില്ല, എനിക്കൊരു പേടി. ഞാൻ അതുകൊണ്ടാ ബോസിനോട് പറയുന്നത് അടിപൊളി. ഈ ബോസ് പോയിട്ട് എന്ത് ചെയ്യുന്ന അറിയോ? ശരിക്കുള്ള ബോസ് അല്ലേ, നമ്മളെ സിഇഒനോട് പോയിട്ട് പറയും, സിഇഒ ഇങ്ങനെ ഒരു സംഭവം നമ്മളെ പ്രോജക്റ്റിൽ ചെയ്താൽ അടിപൊളി ആയിരിക്കൂലേ, നമുക്ക് എത്ര വലിയ പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എന്നിട്ടോ എന്ത് സംഭവിക്കും? ഈ ബോസിന്റെ ഐഡിയ ആണെന്ന് ഈ സിഇഒ അങ്ങ് ധരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ബോസിനെ ആയിരിക്കും വീണ്ടും അടുത്ത പ്രൊമോഷൻ കിട്ടുക. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ട് യെസ് അടുത്ത മാം. ആൾക്ക് പ്രൊമോഷൻ കിട്ടി, സംഭവിച്ചിട്ടുണ്ടോ? യെസ് മാം. യെസ്. ജൂനിയർ ലെവലിൽ നിൽക്കുന്നേരം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. Yes, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമ്മൾ പേടിച്ചിട്ട് പറയൂല, നമ്മളെ ആ ആള് പോയിട്ട് പറയൂല, ഇത് റുഹാലത്ത് മാം പറഞ്ഞതാന്ന് പറയൂല, എന്റെ സ്വന്തം ഐഡിയ ആയിട്ട് അങ്ങ് പറയും. എന്റെ സ്വന്തം ഐഡിയ എനിക്ക് തന്നെയല്ലേ പ്രൊമോഷൻ കിട്ടേണ്ടത്. സോ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളെ കരിയറിൽ ഒരു അപ്ലിഫ്റ്റ്മെന്റ് വേണമെങ്കിലും പബ്ലിക് സ്പീക്കിംഗ് ഇസ് വൺ ഓഫ് ദ സ്കിൽസ്. അതേപോലെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഓൺലൈൻ മീഡിയംസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും പല കാര്യങ്ങളും അറിയായിരിക്കും. എന്റെ സ്റ്റോറി ആയിരിക്കില്ല മറ്റൊരാളുടെ സ്റ്റോറി, എനിക്കറിയുന്ന കുറെ കാര്യങ്ങളായിരിക്കില്ല മറ്റൊരാൾക്ക് അറിയാം. അപ്പൊ എനിക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിലും വി ഹാവ് ടു ഹാവ് ദ സ്കിൽ, അല്ലേ? അതേപോലെ ഇന്ന് ഞാനിപ്പോ ഇങ്ങനെ ഒരു സെഷൻ വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്ത് ഓൺലി ബിക്കോസ് ഐ ഹാവ് ദാറ്റ് സ്കിൽ ടു ടോക്ക് ടു യു. നമ്മളെ നെറ്റ്വർക്ക് കൂട്ടണമെങ്കിലും നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഉണ്ടാവണം. സോ ദ സ്കിൽ ഇസ് എന്താ പറയാ, ഒരു മനുഷ്യനെ ഓൾ ടുഗദർ എല്ലാ ഡയറക്ഷനിലും അടിപൊളിയാക്കണമെങ്കിൽ ഇതാണ് വൺ ഓഫ് ദ സ്കിൽ. എല്ലാ രീതിയിലും നിങ്ങൾ അടിപൊളിയാവും ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. ലൈഫിലായാലും പ്രൊഫഷണൽ ആയാലും പേഴ്സണൽ ലൈഫിലായാലും കുട്ടികളുടെ അടുത്തായാലും എവിടെ ആയാലും അടിപൊളി ആവാൻ പറ്റിയ ഒരു സ്കിൽ തന്നെയാണ് പബ്ലിക് സ്പീക്കിംഗ്. യെസ്, സ്വാതിക മാം എവിടെയാണ്? സുഖാണോ? ഇല്ല, ചെറിയൊരു റെസ്റ്റിലാണ്. രണ്ടാമത്തെ റെസ്റ്റ്. ഓക്കെ. സുഖല്ലേ? ചെറിയൊരു ആക്സിഡന്റ് കാലിന്റെ. ആക്സിഡന്റ് ആയി. ഓക്കെ. ഓക്കെ, ശരി. സുഖായിരിക്കട്ടെ, പെട്ടെന്ന് സുഖാവട്ടെ. ആമീൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ചിട്ട്? ലൈഫിൽ എപ്പോഴെങ്കിലും പബ്ലിക് സ്പീക്കിംഗ് ഭയങ്കര പേടിയായിട്ട് തോന്നിയിട്ടുണ്ടോ? അതെങ്ങനെയാണ് ഓവർകം ചെയ്തത്? പബ്ലിക് സ്പീക്കിംഗ് എനിക്കിപ്പോ ഈ സൂമിൽ വരുമ്പോ ഇതുപോലെ വീഡിയോയിൽ വരാനും അങ്ങനെ പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അല്ലാത്തതില് വലിയ പ്രശ്നം തോന്നാറില്ല. പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നതിൽ ഞാൻ എടുത്തിട്ട് മുന്നോട്ട് പറയുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനെ സൂമിലൊക്കെ വന്നിരുന്നിട്ട് നമുക്ക് പറയുമ്പോ അതൊരു ബുദ്ധിമുട്ടുണ്ട്.
അത് മേ ബി അത് ചെയ്യാത്തോണ്ടായിരിക്കൂല്ലേ, ചെയ്തോണ്ടിരുന്നാ അതെ ശരിയാവും, അതെ അതെ ചെയ്താ അതെ ശരിയാവും, അതുകൊണ്ട് ചെയ്താ റെഡിയാവും. ഓക്കെ ഓക്കെ. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആര് ചോദിക്കുന്നില്ലല്ലോ ഈ പേടി ഞാൻ എങ്ങനെ എടുത്ത് കളയൂന്ന്. ആർക്കും പേടി കളയണ്ടേ? ഇവിടെ ഇരിക്കുന്ന ആർക്കും പേടി ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ഒഴിവാക്കാൻ പറ്റും? അറിയോ? സനാമൻ അൺമ്യൂട്ട് ചെയ്യേ. പറയൂ സനാമൻ, പറയൂ. ഹായ് മാം. ഹായ്. എനിക്കിപ്പം ആദ്യം ഭയങ്കര പേടിയായിരുന്നു സംസാരിക്കാനൊക്കെ. ഇപ്പം ഈ ഒരു വോയിസിൽ വരാന് ഭയം മാറിയിട്ടുണ്ട്. ഓക്കെ. അത് ഒരു വർക്കിന്റെ ഭാഗമായിട്ട് അങ്ങനെ സംസാരിച്ച് ആ ഒരു പേടി പോയിട്ടുണ്ട്. ഇപ്പം ഗ്രൂപ്പിലൊക്കെ സംസാരിക്കാനൊക്കെ അത് എന്താണോ തോന്നുന്നത് അത് പറയാനുള്ളൊരു ഇതിപ്പം വന്നിട്ടുണ്ട്. കേൾക്കുന്നവരെങ്ങനെയോ എടുക്കട്ടെ, പക്ഷെ പറയാനുള്ളൊരു ഇത് ഗുഡ് ഗുഡ് ഗുഡ്. അത് വന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ അതല്ലാതെ പിന്നെ നേരിട്ട് കാണുന്ന സമയത്ത് ഒരു ഓഡിയൻസിന്റെ ഒക്കെ ഫ്രണ്ടിൽ പോയിട്ട് നിൽക്കാൻ ഇപ്പോൾ ഒരു മടി, ഒരു ബേക്കോട്. പക്ഷെ ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ സംസാരിക്കാനെങ്കിലും അങ്ങോട്ട് മുന്നോട്ട് പോകാനൊരു മടിയുണ്ട്. ഒരു എന്തിനാണ്? ഉള്ളിൽ എന്തോ ഒരു പിന്നെ ഒരു പിടിച്ചു നിർത്തുക, ഒരു ഓക്കെ. പേടി. അപ്പൊ മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട് സന മാമിന് നമ്മുടെ എന്തിനാണ് വോയിസ്. സ്റ്റേജിൽ കയറണോന്ന് എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്? അതല്ല, സ്റ്റേജിൽ കയറാന്ന് പറഞ്ഞാല് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറയും. ഇപ്പൊ ഒരു മീറ്റിംഗ് ആണെങ്കിലൊക്കെ പിന്നെ ഓക്കെ, നമ്മുടെ അടുത്തേക്ക് വരുന്ന മൈക്കൊക്കെ നീട്ടുന്ന സമയത്തൊക്കെ അത് പിന്നെ നമുക്ക് നമ്മുടെ ഒരു പിന്നെ ഇത് നമ്മുടെ സൈഡ് അറിയിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ വാങ്ങിക്കണം, സംസാരിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടാവും, നമ്മൾ അഭിപ്രായം പറയണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് പിന്നെ എണീച്ച് വാങ്ങിക്കാനും അത് ആൾക്കാരുടെ ഇടയിൽ, ആ ഓഡിയൻസിന്റെ ഇടയിൽ പ്രസന്റ് ചെയ്യാന് പറയുന്നത് തെറ്റിപ്പോവെന്നൊക്കെ അല്ലേ ആ സ്റ്റാർട്ടിങ് ട്രബിള്. പിന്നെ പറയുകയാണെങ്കിലും ഉള്ളിലൊരു പേടിച്ചോണ്ടുള്ള ഒരു ഇതാണ്. 2 പ്രാവശ്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന പറയാനങ്ങോട്ട് ഒരു സ്മൂത്ത് ആവൂല. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മളുടെ കുട്ടികളുടെ പാരന്റ്സ് ടീച്ചർ മീറ്റിങ്ങിന് പോകുമ്പോഴാണ്. അതെ അതെ. ആ സ്കൂളിലെ എല്ലാ പാരന്റ്സിനെയും വിളിച്ചിരുത്തിയിട്ട് ഈ പ്രിൻസിപ്പാളും വൈസ് പ്രിൻസിപ്പാളും ഒക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വെച്ചാൽ 100 കൂട്ടം സാധനങ്ങൾ ഉണ്ടാവും തിരിച്ചു പറയാൻ. പക്ഷെ നമ്മളെല്ലാവരും ഇതാ ഉള്ളിൽ തന്നെ എല്ലാം ഒതുക്കി വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ആ കാര്യത്തില് കുറച്ച് പേടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗ്രഡ്ജ് എടുക്കുന്ന ടീച്ചേഴ്സ് ഇപ്പൊ നല്ലോണം കൂടിക്കൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് മാം. എന്റെ മക്കൾ എന്നോട് പറയും, ഉമ്മ ഒന്ന് മിണ്ടാതിരിക്കണേ, നാളെ പാരന്റ് ടീച്ചർ മീറ്റിംഗിൽ വന്ന ഉമ്മ മിണ്ടരുത്, ഉമ്മക്ക് കുഴപ്പമില്ല, എല്ലാം അനുഭവിക്കേണ്ടത് ഞാനാണ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷെ അൽഹംദുലില്ലാ ഞാൻ പറയാനുള്ളത് പറയാറുണ്ട്. പക്ഷെ പറയുമ്പോൾ വാട്ട് ഐ ഡു ഈസ് അവരുടെ കുറെ നല്ല കാര്യങ്ങൾ ആദ്യം പറയും. അവരുടെ കുറച്ച് നല്ല കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ, എല്ലാവരും വേസ്റ്റ് ഒന്നല്ലല്ലോ, കുറച്ച് നല്ല കാര്യങ്ങൾ പറയും. എന്നിട്ട് അവരുടെ കുറച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതൊക്കെ നന്നാക്കിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നാലും നിങ്ങൾ ഇത്രക്കൊക്കെ ചെയ്തില്ലേ, അമേസിംഗ് എന്ന് പറയും. അപ്പൊ എന്ത് സംഭവിച്ചു? അവർക്കൊന്നും ഫീൽ ചെയ്യൂല, അവർക്ക് ശരിക്കും തോന്നും ശരിയാണ് കേട്ടോ, അവര് പറഞ്ഞ പ്രകാരം നമ്മൾ ഇതും കൂടി അങ്ങ് ശരിയാക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സൂപ്പർ ലെവലിലെത്തും. ഓഹോ, അടിപൊളി അടിപൊളി. ആ രീതിയിൽ നമുക്ക് പറഞ്ഞൂടെ? ഇനി അങ്ങനെ ശ്രമിക്കണം. എല്ലാ കാര്യത്തിലും നന്മയുണ്ടാവും, സംതിങ് വിൽ ബി റോങ് ഓൾസോ. അപ്പൊ ആദ്യം ഇതിന് പറയുന്ന സാൻഡ്വിച്ച് മെത്തേഡ് എന്നാട്ടോ. അതായത് ആദ്യം നല്ലത് പറയാ, നടുക്ക് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറയാ, എന്നിട്ട് അതിന്റെ പുറത്ത് വീണ്ടും നല്ല കാര്യങ്ങൾ പറയാം. അപ്പൊ എന്ത് സംഭവിച്ചു? അടിയിലും മേലെയും നല്ല സാൻഡ്വിച്ച് മെത്തേഡ് മക്കൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ മാം? സംശയമാണ്. മക്കൾക്കാണ് ഏറ്റവും മക്കൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. നമുക്ക് യൂസ് ചെയ്യണം. കാരണം മക്കള് എന്താ പറയാ, പഠിക്കുന്നില്ല എന്ന് വിചാരിക്കും, ഒരു എക്സാമ്പിൾ, പഠിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറയേണ്ടത്, മോള് ഇന്ന് വിഷയത്തിലൊക്കെ അടിപൊളിയാണല്ലോ, നീ അന്ന് ഈ ഒരു കോമ്പറ്റീഷനൊക്കെ പഠിക്കുമ്പോൾ അടിപൊളി, നിന്റെ ടീച്ചർ പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ, നീ നല്ല സ്വഭാവമുള്ള കുട്ടിയാണല്ലോ, നീ ഉമ്മാടെ കനിയാണല്ലോ, മുത്താണല്ലോ, തേനാണല്ലോ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് കുറേ നല്ല കാര്യങ്ങൾ. പക്ഷേ
മോളിപ്പോ അത് പഠിക്കാണ്ടിരുന്നാല് ഇങ്ങനൊക്കെ കുറെ കുഴപ്പങ്ങളുണ്ട്. പക്ഷെ ഒരു ദിവസം ഇത്രയെങ്കിലും പഠിച്ചാൽ എന്തുണ്ടെന്നറിയോ, മോൾക്ക് ഈ ഒരു ലെവലിലും കൂടി എത്താം. പിന്നീട് നിന്റെ ജീവിതത്തിൽ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതും ഒരു സംഭവമുണ്ട്. എന്നാലും യു ആർ അമേസിങ്, യു ആർ അമേസിങ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഐ ഫീൽ ലൈക്ക് ഐ എം സോ ബ്ലെസ്ഡ് ടു ഹാവ് യു ആസ് മൈ ചൈൽഡ്. അപ്പൊ എന്ത് സംഭവിച്ചു? പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ കുട്ടിക്ക് തോന്നും എല്ലാം നല്ല കാര്യങ്ങളാ പറഞ്ഞത്, അതില് ജസ്റ്റ് ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അതും കൂടി ക്ലിയർ ചെയ്താൽ ഞാൻ അടിപൊളി ആവുമല്ലേ. പറഞ്ഞൂടെ? സെയിം തിങ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്തും സംസാരിക്കാം. ആളുടെ അടുത്തും കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടാവും, കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഏരിയാസും ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? കുറെ നല്ല കാര്യങ്ങൾ പറയാ, അതിന്റെ കൂട്ടത്തിൽ ഇത് പറയാ, എന്നിട്ട് ക്ലോസ് ചെയ്യാം വിത്ത് എ ഗുഡ് ഡീൽ. അപ്പൊ എന്ത് സംഭവിക്കും? കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആവും. അവിടെ ഒരു ഗ്രഡ്ജോ കാര്യങ്ങളോ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയോ അതൊന്നും വരൂല. ഫീൽ, എവറിബഡി ഫീൽസ്, ആ ഓക്കെ ഇന്ന കാര്യമാണല്ലേ ഞാൻ മാറ്റേണ്ടത്, ഓക്കെ ഞാൻ മാറ്റാം, ഓക്കെ ദാറ്റ് ഇസ് നൈസ്. ആ ഒരു ഫീലിംഗിലേക്ക് വരും. ഓക്കെ റുഹാലത്ത് മാം? ഓക്കെ മാം. അപ്പോ നമ്മള് ക്രിമിനൽസിന്റെ അടുത്തൊക്കെ എങ്ങനെയാ സംസാരിക്കുക? ഞാൻ അങ്ങോട്ട് ചോദിക്കും ഒരു ക്വസ്റ്റ്യൻ. ഒരു ക്രിമിനൽ വന്ന് നിൽക്കുന്നു, ആളോട് ഇങ്ങനെ ഞാൻ ഓരോ സൈഡായിരിക്കുമല്ലോ. ഞാൻ ഓരോല്ലേ മോൾഡ് ചെയ്തെടുക്കുന്നത്. ആരോടാ? എന്നാ അണ്ണാൻകുട്ടി മരം കയറാൻ ഞാൻ പഠിപ്പിക്കുന്ന അടിപൊളി. തിരിച്ച് നമുക്ക് കുറെ ടിപ്സ് തരണം കേട്ടോ ഇങ്ങനത്തെ. ഇൻഷാല്ലാ ഇൻഷാല്ലാ. ഓക്കെ, എനിത്തിങ് എൽസ്? ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഹാഡ് എ നൈസ് ടൈം ടുഡേ. താങ്ക് യു ഡിയേഴ്സ് ഫോർ ജോയിനിങ്. ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തതിൽ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പബ്ലിക് സ്പീക്കിനെ കുറിച്ചിട്ട്? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ഉണ്ടോ? പബ്ലിക് സ്പീക്കിംഗിൽ ഒരു മേജർ സംഭവം ഉണ്ട്, ബോഡി ലാംഗ്വേജ്. അറിയോ അതിനെ കുറിച്ചിട്ട്? ബോഡി ലാംഗ്വേജിനെ കുറിച്ച് അറിയോ? എന്താണ് ബോഡി ലാംഗ്വേജ്? എന്താണ് ബോഡി ലാംഗ്വേജ്? ആരും ഒന്നും ബോഡി പറയുന്നില്ല. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ആക്ഷൻസ്, ആ യെസ്, നമ്മുടെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷന്, ആ യെസ്. സംസാരിക്കുന്ന സമയത്ത് ഉം. നമുക്കുണ്ടാവുന്ന നമ്മുടെ കൈ കൊണ്ടാണെങ്കിലും കണ്ണുകൊണ്ടാണെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു ആക്ഷൻസ് ആണ് ബോഡി ലാംഗ്വേജ് എന്നാണ് ഞാൻ യെസ് മനസ്സിലാക്കിയത്. യെസ്. അപ്പോൾ നമ്മൾ പറയാതെ പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ശരീരത്തിന്റെ ഭാഷ എന്ന് പറയും. നമ്മൾ ഒരാള് ഇങ്ങനെ ഭയങ്കര ഒരു ടെൻഷൻ അടിച്ചിട്ടിരിക്കുക, അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് എന്താ പറ്റിയേ? നമ്മളിങ്ങനെ എന്താ പറ്റിയേ? അന്നേരം ആള് പറയാ ഏയ് ഒന്നുമില്ല. നമ്മളത് വിശ്വസിക്കോ? ഇല്ല, ഒന്നുമില്ല നമ്മൾ വിശ്വസിക്കൂല. ഇല്ല. അവിടെ നമ്മളെ വായിന്ന് വന്ന വേർഡ് എന്താ? ഒന്നുമില്ല. പക്ഷെ എന്റെ ബോഡി കാണിച്ചത് എന്താ? എന്തോ ഉണ്ട്, എന്തൊക്കെയോ വലിയ പ്രശ്നമുണ്ട്. എന്തോ ഉണ്ട്. അപ്പൊ നമ്മളെ ബോഡിയാണ് നമ്മളുടെ വാക്കുകളെക്കാട്ടും കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഞാൻ സംസാരിക്കുന്നതിലാണ് കാര്യം, ഞാൻ കറക്റ്റ് വേർഡ്സ് ആണ് പറയുന്നത്. നോ, നമ്മളെ വേർഡ്സിന് അത്രേ പവർ ഉള്ളൂ, അതിനേക്കാളും മേലെയാണ്. ഇനി നേരെ തിരിച്ചൊന്ന് ചിന്തിക്കും. ആൾക്ക് നല്ല പ്രശ്നമുണ്ടെന്ന് തന്നെ വിചാരിച്ചോ, നല്ല പ്രശ്നമുണ്ട്, പക്ഷെ ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്നിട്ട് എന്നോട് പറയാണ്, എടാ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നമാണെടാ, എന്താ ചെയ്യ, ഒരുപാട് പ്രശ്നമാണ്, എവിടെ കൊണ്ടുപോയി തീർക്കുമെന്ന് അറിയില്ല, ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞാല് എന്ത് പ്രശ്നമുണ്ടെന്നുള്ള ചിന്തയല്ല നമുക്ക് വരാം. അടിപൊളിയാണല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, കാണാനൊന്നും ഇല്ലല്ലോ. നമ്മളെ ബോഡി എന്താണോ പറയുന്നത് അതാണ് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത്. സോ നമ്മുടെ ബോഡി ലാംഗ്വേജ് ശരിയാക്കാനും നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് പഠിക്കേണ്ടതുണ്ട്. മനസ്സിലായോ? വൺ തിങ്. അടുത്ത വേറെ സംഭവമുണ്ട്, നമ്മളെ വോയിസിന്റെ മോഡുലേഷൻ. നമ്മൾ സംസാരിക്കുമ്പോൾ തീരെ എനർജി ഇല്ലാതെ നിങ്ങളൊക്കെ ഇവിടെ എത്തിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, താങ്ക് യു വെരി മച്ച് എന്ന് പറയുന്നതിനേക്കാളും ഞാൻ ഓ മൈ ഗോഡ് യു പീപ്പിൾ ആർ ഓൾ ഹിയർ, ഐ എം സോ അമേസ്ഡ്, താങ്ക് യു സോ മച്ച് ഡിയേഴ്സ് എന്ന് പറയുന്നുള്ള വ്യത്യാസം ഇല്ലേ? വോയിസിൽ വ്യത്യാസം ഇല്ലേ? നിങ്ങൾക്കത് ഫീലിംഗിൽ വ്യത്യാസം ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? എന്താ ആരും ഒന്നും മിണ്ടാതെ? നമ്മൾ പറയുമ്പോ എപ്പോഴും ഒരു മലയാളി ടച്ച് വരിക.
മലയാളിക്ക് എന്താ എന്താന്നറിയില്ല. മലയാളിക്ക് എന്താ അല്ല, ഓപ്ഷൻ? മലയാളിക്ക് എനർജി കുറവാണല്ലോ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോ. ഫസ്റ്റ് തന്നെ കണ്ടാൽ അവരൊരു പിന്നെ അവരൊരു എന്താ ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ വേറെ തന്നെയല്ലേ അല്ലെ? ഞാനിപ്പോ ചോദിക്കാം, ഹൗ ആർ യു എന്ന് ഇംഗ്ലീഷുകാരനോട് ചോദിച്ചാൽ ഗ്രേറ്റ്, ഫെന്റാസ്റ്റിക് എന്ന് അയാൾ പറയും. മലയാളിയോട് സുഖാണോന്ന് ചോദിച്ചാ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നത് അറിയാം. അവിടെ തന്നെ എനർജി. അത് അറബികളും ഭയങ്കരാണ് പിടിച്ചു മുത്തുക. അവര് ഓ മാഷാ അല്ലാ അൽഹംദുലില്ലാ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ അയ്യോ, നമ്മൾ അതിന്റെ ഇടക്ക് ഒന്ന് ശിശുവായി പോവും. അതെ അതെ. അപ്പൊ നമ്മൾ ഇന്നോട്ട് പ്രാക്ടീസ് ചെയ്യുക. ആര് ഇനി എന്തും ഉണ്ടായിക്കോട്ടെ, ജീവിതത്തിൽ എന്തും ഉണ്ടായിക്കോട്ടെ, ആരെങ്കിലും സുഖാണോന്ന് വെച്ചാൽ അടിപൊളിയാണ്, സുഖമായിട്ട് പോകുന്നു. ഇനി എന്ത് അസുഖം ആയിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങളും ഉണ്ടായിക്കോട്ടെ, എന്തായാലും ഒരാൾ നമ്മളോട് സുഖാണോ എന്ന് ചോദിക്കണമെങ്കിൽ പടച്ചോൻ അയാൾ ഇറക്കിയതായിരിക്കും നമ്മളോട് അത് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അയാളോടുള്ള സ്നേഹത്തിനെങ്കിലും അയാളോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടെങ്കിലും പറയാം അമേസിങ്. അപ്പൊ തന്നെ ആക്ച്വലി നമ്മളെ എനർജി ഹൈ ആവട്ടോ. നമ്മളിങ്ങനെ ഇങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുക. താങ്ക് യു രമ മാം, ഞാനും DVR ആയിട്ടോ. എൻജോയ്. അപ്പോ നമ്മള് അടിപൊളിയാക്കുക. അടിപൊളി എന്ന് പറയാം. അല്ല, ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവുക. നമ്മള് മലയാളിക്ക് എന്താണെന്നറിയോ, അത് ധൈര്യം ഇല്ലായിട്ടാ. എല്ലാരും എന്താ പറയാ, ഞാൻ അടിപൊളിയാന്ന് പറഞ്ഞാല് നാളെ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ, അവരെ കണ്ണെനിക്ക് പെട്ടുപോകും. അപ്പൊ ഞാൻ ഇങ്ങനെ പോകുന്നു എന്ന് പറയാം. ശമ്പളമൊക്കെ കിട്ടാറുണ്ട്, വല്ലപ്പോഴും ഒക്കെ കിട്ടും, ഇടയ്ക്കിടക്ക് കിട്ടാതിരിക്കും. എന്തിനാ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം? അല്ലെന്തില്ല, നന്നായിട്ട് പോകുന്നു, സമാധാനമായിട്ട് പോകുന്നു. എനർജി കീപ്പ് ചെയ്യാം. ദാറ്റ് ഇസ് വോയിസ് മോഡുലേഷൻ. ഈ പറഞ്ഞ മാതിരി നമുക്ക് മലയാളം ഭാഷയിലും ഇനി നമുക്ക് ഈ ഒരു കൂട്ടിൽ ഈ ഒരു സൂമിലുള്ളവരെങ്കിലും ഇനി തൊട്ട് മലയാളികൾക്കും നല്ല വോയിസ് മോഡുലേഷൻ ഉണ്ട് എന്ന് തെളിയിക്കുന്ന കുറച്ച് പേരാവട്ടെ ഇൻഷാ അള്ളാ. വേറെന്താ ഉള്ളത്? വേറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാട്ടോ. വേറെന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും ചോദിക്കാൻ? Hello, Assalamu വാലിക്കും അസ്സലാം. How are you? ഫൈൻ. അതാ പറഞ്ഞ അമേസിംഗ് എന്ന് പറയാം. നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെ ഓൾമോസ്റ്റ് റിലേറ്റഡ് ആണ്. ഇപ്പോ ഇതേപോലെ ഒരു മീറ്റിംഗ് ഇരിക്കുമ്പോ ഇതേപോലെയല്ല, ഇപ്പൊ കുട്ടികളുടെ മീറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെ വേറെ എന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യുന്നതായിക്കോട്ടെ, ഒരുപാട് ഐഡിയാസ്, കറക്ഷൻസ്, പിന്നെ അങ്ങനെ പലതും ഉണ്ടാവും മനസ്സിൽ. പക്ഷെ അന്നേരം ഒന്നും ഇങ്ങോട്ട് കത്തുകയില്ല, പറയാൻ പറ്റില്ല. അതിന്റെ പിറ്റേത്തെ ഒരു ദിവസം ഫുള്ള് നമ്മൾ ആ മീറ്റിങ്ങിലായിരിക്കും. അതിൽ ഇങ്ങനെ സംസാരിക്കണായിരുന്നു, അത് പറയണായിരുന്നു, ഇങ്ങനെ ഒരു ദിവസത്തിലധികം വേണമെങ്കിൽ ഉണ്ടാവും. ബട്ട് ആ ഒരു 1 hour ഇതൊന്നും വൈ അതെന്തുകൊണ്ടാണ്? ചിലപ്പോ പിന്നെ ഒരു പക്ഷേ നമ്മൾ ആ ഓപ്പോസിറ്റുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന ആൾക്കാരുടെ സംസാരം കൊണ്ടും എന്താവും ഈ ഐഡിയാസ് ഒന്നും അന്നേരം കത്താണ്ടിരിക്കും. ഒരു പക്ഷേ നമ്മൾ വിചാരിച്ചതിനപ്പുറോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടുള്ളതായിരിക്കും അവരുടെ ടോക്സ് വരുന്നുണ്ടാവാൻ. അപ്പൊ എല്ലാം കൂടെ എന്തായി, അന്നേരം നമ്മൾ ഭയങ്കര സൈലന്റ് ആയിട്ട് എല്ലാവരും പറയുന്നതാണ് ശരിയെന്ന് തോന്നിപ്പോവും. ഇറങ്ങിക്കഴിഞ്ഞാല് അത് അങ്ങനെ അല്ലല്ലോ, അതിന് ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിന് ഇങ്ങനെ ഒരു തല ഉണ്ടല്ലോ. അതായത് പൊതുവേ അത് ക്വൈറ്റ് നാച്ചുറൽ ആണ്. നമ്മളെ പ്രോസസ്സിംഗില് അത് ക്വൈറ്റ് നാച്ചുറൽ. കാരണം ചില സമയത്ത് നമുക്ക് തോന്നും, ഇപ്പൊ തന്നെ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്, ഞാൻ ഈ പറയുന്നതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുമായിരിക്കും കറക്റ്റ് ആണല്ലോ, എല്ലാം ശരിയാണല്ലോ. പക്ഷെ എല്ലാം കഴിഞ്ഞ് എന്താ പെണ്ണുങ്ങൾ പറഞ്ഞേ, അങ്ങനെയൊന്നല്ല, എന്തൊക്കെയോ പറഞ്ഞിട്ടങ്ങ് പോയി. അങ്ങനെയൊക്കെ ആണോ? അങ്ങനെ ഒരു സംഭവം മനുഷ്യന്മാർക്കുണ്ട്. ദാറ്റ്സ് ഓൾറെഡി ദെയർ. അത് അക്സെപ്റ്റ് ചെയ്യാം, വൺ തിങ്. ഓക്കെ. പക്ഷെ വേറെ സംഭവം ഉള്ളത്, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല എന്നാണ്, അല്ലേ? എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഷിവറിങ് പോലെ, അല്ലെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ ഒരു സംതിങ്. അതിനാണ് നമ്മൾ ഈ പബ്ലിക് സ്പീക്കിംഗ് ഫിയർ എന്ന് വിളിക്കുന്നത്. ആ പേടി എന്ന് പറയുന്ന സംഭവം തന്നെയാണ്. ഞാൻ ഇങ്ങനെ മൈക്കെടുത്ത് കഴിഞ്ഞാല് നല്ല ആയി പോകൂലേ? അപ്പൊ അതിലും നല്ലത് ഞാൻ മിണ്ടാതിരിക്കാം. അതാ നല്ലത്, സമാധാനം ഉണ്ടല്ലോ. എന്നിട്ട് പിന്നീട് നമുക്ക് മാമിന് ഒരു കാര്യം ചെയ്യാം, വാട്സാപ്പ് മെസ്സേജ് അയച്ചു കൊടുക്കാം. ബെസ്റ്റ് ഐഡിയ. അങ്ങനെ ചിന്തിക്കുക. അതിനാണ് നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് ഫിയർ എന്ന് പറയുന്നത്. ആ ഫിയർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ഇറ്റ്സ് എ സ്കിൽ.
സംസാരിക്കാൻ കഴിയാന്ന് പറഞ്ഞത് ഇറ്റ്സ് എ സ്കിൽ. അത് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. ഈ ഐഡിയാസ് ഒന്നും അന്നേരം തലയിൽ വരൂല. വൈ? അത് ഈ ഫിയർ കൊണ്ടാണോ? അല്ല, ഐഡിയാസ് തലയിൽ വരാത്ത ബിക്കോസ് മേ ബി ഇറ്റ്സ് ഫോർ ഗുഡ് മേ ബി. കാരണം നിങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ട് കേൾക്കുകയായിരിക്കും അവർ പറയുന്നത്. ഇങ്ങനെ എന്നുവെച്ചാൽ നമ്മള് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ തന്നെ പിടിക്കാം. നമ്മളെ പ്രശ്നം എന്താ പറയുക, ഇപ്പൊ ഞാനിപ്പോ സംസാരിക്കുമ്പോൾ തന്നെ ഫർസാന മാം അവിടുന്ന് ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്ക് എന്ത് ഉത്തരം പറയണം, ഉത്തരം പറയാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ ഫർസാന മാം അവിടെ സ്കൂളിൽ സപ്പോസ് ഏതൊരു മീറ്റിംഗിലായാലും ആ സമയത്ത് അങ്ങനെ പറയാൻ തോന്നുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് യു ആർ സിറ്റിംഗ് മൈൻഡ്ഫുള്ളി ആൻഡ് ലിസ്ണിംഗ് ആക്റ്റീവ്ലി. ഓക്കെ, അങ്ങനെയാണല്ലേ, ഓക്കെ. അപ്പൊ അത് പ്രോസസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ശരിയാണ്, വേറൊന്നും ഇവിടെ പറയാനൊന്നുമില്ല, വേറൊന്നും പറയാനില്ല, കുഴപ്പമില്ല. ആ ഫീലിംഗ് വരുന്നത് ബിക്കോസ് യു ആർ അക്സെപ്റ്റിംഗ് ഇറ്റ്. കറക്റ്റ് ആണെന്നുള്ള ഫീലിംഗ് അന്നേരം മാമിന് ഉണ്ട്. പിന്നീട് യു ആർ റീപ്രോസസിങ് ഇറ്റ്, അല്ലേ? സ്റ്റഡി പറയുമ്പോ നമ്മള് എനിക്ക് ട്രയാങ്കിൾ തിങ്കിങ് എന്ന് അറിയില്ലേ, 3 ഭാഗത്തുനിന്നും ചിന്തിക്കാന്ന് പറയല്ലോ. അവര് പറഞ്ഞ ഭാഗത്തുനിന്ന് ചിന്തിക്കും, നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കും, പിന്നെ ഓൾ ടുഗദർ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്വഭാവം കൂടെ ഉണ്ട്. ആ ചിന്ത വീട്ടിൽ വന്നിട്ടല്ലേ ചിന്തിക്കുന്നത്, ഓൺ ദ സ്പോട്ട് ചിന്തിക്കുന്നില്ലല്ലോ. ഓൺ ദ സ്പോട്ട് അപ്പോഴത്തേക്ക് നെക്സ്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ടാവും, പിന്നെ അന്നേരം ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ ചിന്തിച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഓൾ ടുഗദർ നടക്കൂല. ചിന്തിച്ചിട്ട് അതിന്റെ റെസ്പോണ്ട് അപ്പൊ തന്നെ വരണമെന്നില്ല. അതേപോലെ അതിന്റെ പിറ്റേന്ന് ഈ മീറ്റിംഗിലായിരിക്കും എന്റെ ബ്രെയിൻ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അക്കോർഡിംഗ് ടു യു? അതാ ഞാനും ചിന്തിക്കുന്നേ. അതിനിടക്ക് മോനോടൊന്ന് പറയണമെന്നല്ലോ. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും അക്കോർഡിംഗ് ടു യു? എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? കാരണം ഫർസാന മാമിനെ കുറിച്ച് നല്ലോണം അറിയാം. എനിക്ക് എന്തായാലും ഇന്ന് ഈ മീറ്റിങ്ങിന് വന്നതിനാൽ നാളെ മുഴുവൻ എനിക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരും എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് എന്ത് ചെയ്യും? ഞാൻ എന്റെ ചിന്തകൾ ഇങ്ങനെ ആ ഒരു ദിവസം ഫുള്ള് മനസ്സിലിട്ട് ഞാൻ എന്റേതായ ക്വസ്റ്റ്യൻസ്, എന്റേതായ ആൻസേഴ്സ് കണ്ടെത്തും ആൻഡ് ലീവ് ഇറ്റ്. അത് 1-2 days കഴിഞ്ഞാൽ അതന്നെ പോകും. നല്ല കാര്യമാണ് ആക്ച്വലി. അത് ഒന്നും കൂടി ചിന്തിക്കാന്നൊക്കെ പറഞ്ഞാല് മനുഷ്യന്മാർക്ക് ഇന്ന് ഇല്ലാത്തൊരു സാധനം. അത് കേട്ട കാര്യം ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി അത് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒഴിവാക്കി നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് നല്ല കാര്യമാണ്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഇവിടെ ഫർസാന മാമിന് ഓൺ ദ സ്പോട്ടിൽ, അതായത് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയാനുള്ള ഒരു കാര്യങ്ങളും പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഇല്ലേ? അതിനെന്ത് ചെയ്യും? അതാണ് കാര്യം. അതിനെന്ത് ചെയ്യും? അതിന് ഈ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? അത് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു മീറ്റിങ്ങിന് ഇരിക്കും, എപ്പോഴും ഒരു പുസ്തകമൊക്കെ കൈവെക്കാം, ഒരു ചെറിയൊരു ബുക്കൊക്കെ കയ്യിൽ വെക്കാം. എന്നിട്ട് കേൾക്കുന്ന പോയിന്റ്സ് ഒക്കെ ആയിട്ട് എഴുതി വെക്കാം. ഓക്കെ, ഇന്ന പോയിന്റ്സ്. അപ്പൊ ഇവിടെ ആയിരിക്കും ഏതോ ഒരു 3rd പോയിന്റിലൊക്കെ ആയിരിക്കും ഫർസാന അത് അങ്ങനെയാണോ, ഇങ്ങനെയല്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അതിനൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചിന്തിക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണല്ലേ, പക്ഷെ അത് ഇങ്ങനെ ആവാനൊരു സാധ്യത ഉണ്ടല്ലോ. എന്നിട്ട് കോൺഷ്യസ് ആവരുത്. അതായത് എനിക്ക് ഒന്നും അറിയില്ല എന്ന് അവർ വിചാരിച്ചാൽ എന്ത് വിചാരിക്കും, അങ്ങനത്തെ വിചാരങ്ങളൊന്നും വെക്കരുത്. ഇറ്റ്സ് യുവർ ജെനുവിൻ ഡൗട്ട്, യു ക്യാൻ ആസ്ക്. എന്നിട്ട് പറയാം, ഇതില് ഇപ്പൊ 5 പോയിന്റ് പറഞ്ഞില്ലേ, അതിൽ 3ാമത്തെ പോയിന്റില് എനിക്ക് ഇങ്ങനെ ഒരു സംശയം, അത്രേ ഉള്ളൂ. അത് ക്ലിയർ ചെയ്ത് കിട്ടും അന്നേരം. അല്ലാതെ പോയിട്ട് ഡയറക്റ്റ് എക്സ്ക്യൂസ് മീ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങളിപ്പോ പറഞ്ഞ 5 കാര്യത്തില് 3ാമത്തെ കാര്യത്തില് ഐ ടോട്ടലി ഡിസഗ്രി വിത്ത് യു, എനിക്ക് ഇതാണ് പറയാനുള്ളത്. അങ്ങനെ അല്ലല്ലോ നമ്മൾ പറയാൻ പോകുന്നത്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അങ്ങനെ പറഞ്ഞൂടെ? അങ്ങനെ പറയാം. നമ്മള് ഫർസാന മാം ചിന്തിക്കുന്നത് ഞാൻ എങ്ങനെ എണീറ്റിട്ട് ഐ ടോട്ടലി ഡിസഗ്രി വിത്ത് യു എന്ന് പറയുമ്പോൾ മോശമല്ലേ എന്നൊരു ചിന്തയാണ്. അല്ല, നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ അത് പറയാന്ന് ചിന്തിക്കണം. നമ്മളെ വോയിസ് മോഡുലേഷൻ ആ രീതിയിലേക്ക് മാറ്റി. എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്, അതിൽ 3rd പോയിന്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞത് ഇതാണ്, അതിൽ ശരിക്കും ഇങ്ങനെയാണോ? എനിക്ക് ചിന്തിച്ചപ്പോ ഇങ്ങനെ ഒരു സംഭവം കിട്ടി. അപ്പൊ അങ്ങനെ ആക്ച്വലി യു മേ ബി ഹെൽപ്പിംഗ് ദാറ്റ് പേഴ്സൺ. ആ ആളും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്.
അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? താങ്ക് യു സോ മച്ച് ഫർസാന മാം, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചല്ലോ, അമേസിങ്. ക്ലാപ്പ് കൊടുക്കൂ ഫർസാന മാമിന്, ക്ലാപ്പ് കൊടുക്കൂ. മിക്കവാറും ക്ലാപ്പ് കിട്ടേണ്ട സംഭവമായിരിക്കും ഫർസാന മാം. വീട്ടിൽ പോയിട്ട് ചിന്തിക്കാം, വീട്ടിൽ പോയിട്ട് കംപ്ലീറ്റ് അലക്കുൽത്താക്കാന്നുള്ള ചിന്തയായിട്ട് വെക്കുന്നത്. നോ, ഓൺ ദ സ്പോട്ട് നമുക്ക് ചോദിക്കാം, പ്രശ്നമൊന്നുമില്ല. അവിടെ നമ്മൾ നമ്മളെ കുറിച്ച് ഓവർ കോൺഷ്യസ് ആകുന്നതാ. നല്ല രീതിയിൽ നല്ല വോയിസ് മോഡുലേഷനോട് കൂടി സംസാരിക്കാം. അവർക്ക് തോന്നാൻ പാടില്ല അവരെ ടോട്ടലി ഡിസഗ്രി ചെയ്യാന്നല്ല. എനിക്ക് ഇവിടെ ഒരു ഡൗട്ട് ഉണ്ട്, ആ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കുന്നു, ദാറ്റ്സ് ഓൾ. ഞാനിപ്പോ ഈ സെഷന് വരുന്നതിന് തൊട്ട് മുന്നേ എനിക്കൊരു ആളിവിടെ ഇല്ല അല്ലെ, ഇല്ല, എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ലൈല മാം, നിങ്ങളെ പേരിന്റെ താഴെ ഒരു പേഴ്സണൽ ഇമ്പാക്ട് കൂച്ചെന്ന് കണ്ടല്ലോ, എന്താ അതിന്റെ അർത്ഥം? ഓക്കെ, ഞാൻ പറഞ്ഞു ഗുഡ്, അതൊരു നല്ല ഡൗട്ടാണ്. എത്രയോ പേര് അത് ചിന്തിക്കുന്നുണ്ടാവും. ഈ റെട്ടോറിയ എന്ന് പറഞ്ഞ എന്താ അർത്ഥം അറിയില്ല, ചോദിക്കണ്ട. ഈ പേഴ്സണൽ ഇമ്പാക്ട് കോച്ച് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ, എന്തെങ്കിലും ആയിക്കോട്ടെ, ചോദിക്കണ്ട, എനിക്കറിയില്ല എന്ന് അവരറിയണ്ട, ഞാൻ മിണ്ടാതിരിക്കാം. നോ, നൗഡേസ് പീപ്പിൾ ആർ ആസ്കിങ്. എല്ലാവർക്കും ഡൗട്ട് ചോദിക്കുന്നുണ്ട്, എല്ലാവരും ചോദിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ചോദിച്ചു. ലൈല മാം, നിങ്ങളെ പേരിന്റെ താഴെ പേഴ്സണൽ ഇമ്പാക്ട് കോച്ച് അങ്ങനല്ലേ, അതിന്റെ അർത്ഥം എന്താ? നേരെ തിരിച്ചിട്ട്, ലൈല മാം, നിങ്ങളെ പേരിന്റെ താഴെ ഒരു പേഴ്സണൽ ഇമ്പാക്ട് കോച്ച്, നിങ്ങൾ എവിടത്തെ കോച്ചാണ്, എന്തിന്റെ കോച്ചാണ്, എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ അർത്ഥം മാറും, ഇല്ലേ? ഫർദാന മാം, യെസ്, നമ്മളെ വോയിസ് മോഡുലേഷൻ, നമ്മളെ ബോഡി ലാംഗ്വേജ് ഒന്ന് ശരിയാക്കിയാൽ നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം, ഒരു പ്രശ്നമില്ല. എവിടെ വേണമെങ്കിലും എന്തും ചോദിക്കാം. ഓവർ കോൺഷ്യസ് ആകാതിരിക്കുക. ഞാന് ഇങ്ങനെ ആവോ, ഞാൻ അങ്ങനെ ആവോ, അങ്ങനെ കോൺഷ്യസ് ആകാതിരിക്കുക. നമ്മൾ പോയിരിക്കുന്ന തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നാച്ചുറലി എനിക്ക് ചോദിക്കാം. ഇപ്പൊ ഇവിടെ ചോദിച്ചില്ലേ, അതേപോലെ തന്നെയാണ്, അതേപോലെ തന്നെയാണ്. ലൈല മാം, ആ, പറയൂ. ഞാന് നേരത്തെ ചോദിച്ചല്ലോ, അപ്പം ആ, പിന്നെ ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയത്. നേരത്തെ പിന്നെ അത് വിട്ടുപോയതാണ്. ആ, അപ്പം ഇതിലേക്ക് തന്നെയായിരുന്നു ഞാൻ വന്നത്. ഇവരെ സെയിം പ്രോബ്ലം ആണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആ, പിന്നെ ഈ കാണാതെ എങ്ങനെ സംസാരിക്കുന്നതിൽ കുഴപ്പമില്ല. ആ. ഇപ്പം ഈ സംസാരിക്കുന്ന പോലെ നേരിട്ടാകുമ്പോ അതുപോലെ കോൺഷ്യസ് ആവുകയാണ് കൂടുതൽ. നമ്മൾ പിന്നെ കോൺഷ്യസ് അതുപോലെ സംസാരിക്കാനും ആ, കിട്ടുന്നില്ല. എന്റെ കാണാൻ എങ്ങനെയുണ്ട്, എന്റെ കണ്ണെങ്ങനെ ഇരിക്കുന്നു, എന്റെ മൂക്ക് എങ്ങനെ ഇരിക്കുന്നു, ഞാൻ നമ്മളെല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. എന്താ സംഭവം എന്നറിയോ? നമുക്ക് ആകെ 2 കണ്ണേ ഉള്ളൂ. 2 കണ്ണ് വെച്ചിട്ട് ഇത്രയും പേരെ കാണുന്നത്. പക്ഷെ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എത്രയോ കണ്ണുകൾ നമ്മളെ നോക്കുന്നു എന്നുള്ള ഒരു ഫിയർ ഇല്ലേ? എത്ര കണ്ണുകളാ എന്നെ അതെ നോക്കുന്ന പടച്ചോനെ എന്നുള്ള ഒരു ഫിയർ. ആ ഫിയർ മേക്സ് യു കോൺഷ്യസ്. ഞാൻ കാണാൻ എങ്ങനെ ഇരിക്കും, എന്റെ കാല് വിറക്കുന്നുണ്ടോ? ആ ഓക്കെ, അതെ, നമ്മള് പറയുന്ന വാക്ക് മാത്രം ശ്രദ്ധിച്ചിരിക്കുകയാണല്ലോ എന്നൊക്കെ ഉള്ളൊരു അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ എപ്പോഴും വിചാരിക്കുക നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന നിങ്ങളെ ഫ്രണ്ടാണ്, ഫ്രണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കുറേ പേരാണ്. പിന്നെ നേരത്തെ റമ മാം പറഞ്ഞതുപോലെ നമ്മളെ മുന്നിലിരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളൊരു ചിന്ത വെച്ചിട്ട് സംസാരിക്കാം, എന്നിട്ട് സംസാരിക്കാം. അപ്പൊ എന്തായി, നമുക്ക് വേറെ ഒരു കോൺഫിഡൻസ് കിട്ടി. ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് മാത്രമേ സംസാരിക്കാൻ അറിയൂ, ബാക്കിയുള്ളവർക്ക് അതൊന്നും അറിയില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡോടെ തന്നെ പോവാ. നോട്ട് ബിക്കോസ് ദേ ഡോണ്ട് നോ, പക്ഷെ നമ്മളെ ഉള്ളിലത്തെ ആൾക്കാർക്ക് പേടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ദാറ്റ് ഈസ് വൺ ഓഫ് ദി ടിപ്പ് വിച്ച് നമ്മളെ റമ മാം പറഞ്ഞത്. മറ്റാർക്കൊന്നും അറിയില്ല ഞാൻ എന്താ സംസാരിക്കാൻ പോകുന്നുണ്ട്, അതുപോലെ ഞാനാണ് അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ആ, പറയൂ. അതുപോലെ പിന്നെ ഞാൻ നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ ഒരു മീറ്റിംഗ് ഒക്കെ വന്നാല് ഞാൻ അവർ പറയുന്നത് എന്താണോ നല്ലോണം ശ്രദ്ധിക്കുക. അതായത് എനിക്ക് ആര് പറയുന്നതും ലിസണിങ് എബിലിറ്റി പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടിരിക്കാൻ. അതിന്റെ ഒരു ക്വാളിറ്റി എന്താണ്, അതിനെ കുറിച്ച് എന്താണ് ഒരു ക്വാളിറ്റി മീൻസ് ക്വാളിറ്റി എന്നല്ല, അതൊരു നല്ല ക്വാളിറ്റി ആണോ, യെസ് ഓഫ് കോഴ്സ്. എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് ആ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ലിസ്ണിംഗ് എന്ന് പറഞ്ഞത് ഭയങ്കര സംഭവമാണ്. വൈ, നമ്മളിപ്പോ റീൽസാ കാണുന്നത്. 30 സെക്കൻഡ്സിൽ നമ്മൾക്ക് ഈ കേട്ട വിഷയങ്ങൾ കേൾക്കണ്ട, അടുത്തത് പറ. ഇനി എല്ലാം പോട്ടെ, ഈ കൊറോണക്ക് ശേഷം എന്റെ മോള് ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വന്നാല്, ഓ ക്ലാസ് ഇസ് സോ ബോറിങ്, ടീച്ചർ സ്പീക്സ് സോ ലോ, ഇങ്ങനെ സംസാരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? മക്കളിപ്പോ കാണുന്നത്, വീഡിയോസ് ഒക്കെ കാണുന്നത് 2x സ്പീഡിലാ. അപ്പൊ ടീച്ചർക്ക് ക്ലാസ്സിൽ വന്നിട്ട് 2x സ്പീഡിൽ പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ലിസ്ണിംഗ് കപ്പാസിറ്റി ആക്ച്വലി നമ്മൾ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുക. കാരണം 2x സ്പീഡ്, ഇനി എല്ലാം പോട്ടെ,
ഒരു മെസ്സേജ് കിട്ടി, ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, ഒരു വോയിസ് മെസ്സേജ് അയച്ച എത്ര പേരുണ്ട് ഇവിടെ കറക്റ്റ് സ്പീഡിൽ കേൾക്കുന്നവര്? നിങ്ങൾക്കറിയോ അതിന്റെ ടോട്ടൽ അർത്ഥം, ആ ഒരു മെസ്സേജിന്റെ ടോട്ടൽ അർത്ഥം പോലും മാറും ഇഫ് യു കീപ് ഇറ്റ് ഇൻ എ ഡിഫറെന്റ് ഇത്. ഓക്കെ, ക്ലാസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ കേട്ട് പോവാം. പക്ഷെ ഒരാള് ചിലപ്പോൾ ഒരു ജീവിത പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും ഒരു വോയിസ് മെസ്സേജിൽ ഉണ്ടാവാം. അത് നമ്മൾ കേൾക്കാം, എടാ നീ നാളെ ഒന്നും വരൂലേ, എടാ നിങ്ങൾ നാളെ വരൂലേ, ഇതായിട്ട് നമ്മൾ കേൾക്കാം. ഇതെന്താ ഉണ്ട്, നാളെ വരൂലേ. പക്ഷെ മേ ബി ആള് ഭയങ്കര സങ്കടത്തിലായിരിക്കും പറയുന്നത്, എടാ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്, എനിക്ക് വേറെ ആരും ഇല്ല, നീ നാളെ വരൂലേ. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നോർമൽ വോയിസിൽ ഉണ്ടാവുക, പക്ഷെ 2x സ്പീഡിൽ വേറെ ലെവലായിരിക്കും. സോ ഇഫ് യു ആർ ഹാവിംഗ് ദിസ് ആക്റ്റീവ് ലിസ്ണിംഗ് സ്കിൽ, മാഷാ അല്ലാ, കീപ് ഇറ്റ് അപ്പ്. മാഷാ അല്ലാ, അടിപൊളിയാണ്. എത്ര നേരം വേണമെങ്കിലും ഒരാളെ കേൾക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അമേസിങ് സ്കിൽ. അതൊരു സ്കില്ലായിട്ട് തന്നെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. വൈ? ബിക്കോസ് അത് ഇല്ലാത്ത കുറെ പേരുണ്ട്. എങ്ങനെയാണ് താങ്ക് യു ഡെവലപ്പ് ചെയ്തെടുത്തത്? എങ്ങനെയാ ഡെവലപ്പ് ചെയ്തെടുത്തത്? ഡെവലപ്പ് ചെയ്തൊന്നല്ല, എനിക്ക് ആദ്യം ഇഷ്ടമാണ് ആദ്യം ഓരോ ഇഷ്ടം. കഥകൾ കേൾക്കാനും അതുപോലെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ കേൾക്കാനും ഒക്കെ. ഇങ്ങനെ അവർ പറയുന്നത് എനിക്ക് അപ്പൊ സംസാരിക്കാൻ fascinate ആണ്. അത്ര ടാലന്റഡ് അല്ല. സംസാരം ഇത്രയും ഞാൻ ഇത് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഗുഡ് ഗുഡ് സംസാരം ഗുഡ്. വളരെ തീരെ സംസാരിക്കാറില്ലായിരുന്നു. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ ഡെവലപ്പ് ചെയ്തതാണ്. പക്ഷെ ലിസണിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് കേട്ടിരിക്കാൻ അവരെ എക്സ്പ്രഷൻസ്, അവരെ പിന്നെ എക്സ്പീരിയൻസ്, അങ്ങനത്തെ പല Nice, കാര്യങ്ങളും കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. nice, കുട്ടികളതായാലും പ്രായമായവരതൊക്കെ പഴയ കാര്യങ്ങള് അങ്ങനെയൊക്കെ. nice. എന്നിട്ട് അത് ഓർത്തിരിക്കാറുണ്ടോ? ലൈക്ക് ഓക്കെ, ഇന്ന വിഷയത്തെ ചിലപ്പം കുറിച്ച് ചിലപ്പോ ആവശ്യമില്ല. ഞാൻ ഒരു ഫിലിം കണ്ടാൽ ഇപ്പം 2 ദിവസം ആ ഒരു ഫിലിമിന്റെ ഓരോരോ കാര്യങ്ങളും അതുപോലെ ഓരോരുത്തർ സംസാരിക്കുന്ന കാര്യങ്ങളും മനസ്സിലിങ്ങനെ പിന്നെയും അതിങ്ങനെ ഗുഡ് മനസ്സിലുണ്ടാവാറുണ്ട്. ഗുഡ് 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 ഗുഡ്. നൈസ്. എന്തായാലും ഒരു ആക്റ്റീവ് ലിസ്ണറെ കിട്ടിയ സന്തോഷത്തിൽ നമുക്ക് സെഷൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ? നമ്മളെ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് വരുന്നുണ്ട് കേട്ടോ. ആർക്കൊന്നും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് മോസ്റ്റ് പ്രോബ്ലി ഇറ്റ് വിൽ ബി ഓൺ 10th ഓർ ജസ്റ്റ് ആഫ്റ്റർ 10th ഓഫ് ദിസ് മന്ത്. ഓക്കെ, താല്പര്യമുള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെടാം. വേറെ ഒരു ഡൗട്ടും ഇല്ലെങ്കിൽ നമുക്ക് 9 മണി കഴിഞ്ഞ് 2 മിനിറ്റും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ആൻഡ് ഗിവിംഗ് ഓൾ ദ എനർജി. താങ്ക് യു ഡിയേഴ്സ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? Same. താങ്ക് യു. ബൈ.